الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم. صدق الله العلي العظيم. സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടതുപോലെയും നോട്ടീസ് ബോർഡിൽ കണ്ടത് പോലെയും നാം ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് അൽ ഹിജ്റത്തു ഷരീഫ, വിശുദ്ധമായ പവിത്രമായ ഹിജ്റയെക്കുറിച്ചും ഹിജ്റ കാലണ്ടറിനെ കുറിച്ചും പഠിക്കാൻ വേണ്ടിയാണ്. മുഹറമാകുമ്പോൾ ആശുറാ, താസുആ, നോമ്പും ആ ദിവസങ്ങൾക്കുള്ള ശ്രേഷ്ഠതകളും പലതും നിങ്ങളുടെ നാട്ടിലെ മദ്രസകളിലും നാട്ടിലെ ഉസ്താദുമാരുടെ വാതുകളിലും കൊല്ലങ്ങളായി കേട്ട് പരിചയമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ മുഹറമാകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരൽപ്പം മാറിയിട്ട് എന്ന് പറഞ്ഞാൽ മുഹറമിന്റെ ശ്രേഷ്ഠതകൾ പഠിക്കണ്ട എന്നല്ല, അത് ഹദീസിലൊക്കെ വന്നതാണ്. ശ്രേഷ്ഠതകൾ ധാരാളമുള്ളതാണ്. മുഹറമിനെ കുറിച്ച് ധാരാളം ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, ശ്രേഷ്ഠതകൾ പഠിച്ചിട്ടുണ്ടാവും. എല്ലാം ഓക്കെ. പക്ഷെ എന്താണ് ഹിജ്റ കലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടുന്നാണ് ഇതിന് തുടക്കം? ഇതൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായി ഹിജ്റയിലേക്ക് കടക്കുമ്പോൾ അതിന് കാരണമായി തീർന്ന രണ്ട് ബൈഅത്തുകൾ, അൽ ബൈഅത്തുൽ അഖബ الأولى وبيعة العقبة الثانية. ഒന്നാമത്തെ അഖബ ബൈഅത്ത്, രണ്ടാമത്തെ അഖബ ബൈഅത്ത്. ഇതെന്താണ് ഞാൻ പറയാം. മക്കയിലെ മിനയിലെ ജംറകൾ 3 സ്ഥലമുണ്ട്, കല്ലെറിയുന്ന സ്ഥലം. അവിടെ ജംറത്തുൽ അഖബ എന്ന് പറഞ്ഞ് ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ, ഇങ്ങനെ 3 ജംറകളുണ്ട്. അപ്പൊ അതിലൊരു ജംറയാണ് ജംറത്തുൽ അഖബ, വലിയ ജംറയാണ്. ഹജ്ജിന്റെ മസലയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിൻ്റെ അടുത്ത് നടന്ന ബൈഅത്ത്, പ്രതിജ്ഞ, ഇതിനാണ് ബൈഅത്ത് എന്ന് പറയുന്നത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. നുബുവത്തിന്റെ ശേഷം 12ാമത്തെ വർഷം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 52ാമത്തെ വയസ്സ് പ്രായമായപ്പോൾ ഒന്നാമത്തെ ബൈഅത്തുൽ അഖബ ഒന്നാമത്തെ നടക്കും. മദീനയിൽ നിന്ന് 12 ആളുകളാണ് ഇതിന് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ മർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെ ദീനി പ്രബോധനത്തിന് ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യം ദൈനംദിനം
കുന്നുകൂടി വന്നപ്പോ അതിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മക്ക വിശുദ്ധ കഅബാലയം അടങ്ങുന്ന പവിത്ര ഭൂമിയാണെങ്കിലും ദീനി പ്രബോധനത്തിന് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ വിഷയം അറിഞ്ഞ 12 മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹജ്ജിന്റെ സീസണിൽ വന്നു, കണ്ടു സംസാരിച്ചു. അവര് ദീൻ വിശ്വസിച്ചു. എന്നിട്ട് തങ്ങൾക്ക് വേണ്ടിയ സഹകരണങ്ങൾ ചെയ്യാം. ഞങ്ങള് ബഹുദൈവാരാധന നടത്തൂല, ശിർക്ക് വെക്കൂല, ഞങ്ങള് കള്ളു കുടിക്കൂല, വ്യഭിചരിക്കൂല, കളവ് പറയൂല, കുട്ടികളെ ജാഹിലിയ കാലത്തൊക്കെ കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ഞങ്ങൾ ചെയ്യില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും ഞങ്ങൾ വഴങ്ങും, അനുസരിക്കും. അള്ളാഹുവിനെ അനുസരണക്കേട് ഞങ്ങൾ കാണിക്കൂല തുടങ്ങിയ നിയമങ്ങൾ അടങ്ങിയ ഒരു പ്രതിജ്ഞാ സദസ്സ്. ഇതാണ് ഒന്നാമത്തെ ഉടമ്പടിയിൽ നടന്നത്. ഒന്നാമത്തെ ബൈഅത്തിൽ. ഇത് നുബുവത്തിന്റെ 12ാമത്തെ വർഷമായിരുന്നു. അങ്ങനെ അവര് അതൊക്കെ ബയ്യത്ത് ചെയ്തുകൊണ്ട് അവർ മദീനയിലേക്ക് പോയി റസൂലുള്ളാഹിക്ക് കത്തയച്ചു. അതല്ല, നേരിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു എന്നിങ്ങനെ 2 റിവായത്തുണ്ട്. ഞങ്ങൾക്ക് ഫിഖ് പഠിപ്പിച്ചു തരാനും അതുപോലെ തന്നെ ഖുർആന് പഠിപ്പിച്ചു തരാനും പറ്റിയ ഒരാളെ മദീനയിലേക്ക് അയച്ചു തരണമെന്ന്. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ആര്? മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ചെറുപ്രായത്തിൽ തന്നെ ആദ്യം ഇസ്ലാം സ്വീകരിച്ച മഹൽ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പെടുന്നത്. ദീൻ വിശ്വസിക്കുമ്പോ 20 വയസ്സിൽ കൂടൂല, അതിന്റെ താഴെ പ്രായമുള്ളൂ. ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഉമൈർ വാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം ഹാഷിം കുടുംബമാണല്ലോ. ഹാഷിമിന്റെ മകനായ ഉമൈറാണ്. ഖുറൈശി കുടുംബമാണ് ഉമൈർ. ആ ഉമൈറിന്റെ മകനായാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഉമൈർ മുസ്ലിം ആയിരുന്നില്ല. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ തന്നെ ദീന് വിശ്വസിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാറുൽ അർഖമിൽ പല വിഷയങ്ങളും അവിടെയാണ് രഹസ്യമായി ആളുകൾ വന്ന് ദീൻ വിശ്വസിക്കുക. ആ സ്ഥലത്ത് പോയിട്ടാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ദീൻ വിശ്വസിച്ചത്. പക്ഷേ ദീൻ വിശ്വസിച്ച കാര്യം ആരെയും അറിയിച്ചില്ല. അറിയാതെ, ആൾക്കൊന്നും തിരിയാതെ രാത്രി സമയങ്ങളിലൊക്കെ ദാറുൽ അർഖമിലേക്ക് റസൂലുള്ളാഹിന്റെ ക്ലാസ് കേൾക്കാനും ദീൻ പഠിക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഒരു ദിവസം അത് ഉസ്മാൻ ഇബ്നു തൽഹത്ത്, അതായത് കഅബയുടെ താക്കോല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക ഫത്ഹിന് ശേഷം ആ കുടുംബക്കാരാണല്ലോ സൂക്ഷിച്ചു വന്നിരുന്നത്. അപ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അന്നൊന്നും ഉസ്മാൻ ഇബ്നു തൽഹത്ത് ദീൻ വിശ്വസിച്ചിട്ടില്ല. കഅബയുടെ താക്കോല് സൂക്ഷിച്ചു വന്നിരുന്ന ആ പരമ്പരയാണ്, കുടുംബ പരമ്പരയാണ്. ഇന്നല്ലാഹ യഅമുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിങ്ങൾ അമാനത്ത് സ്വത്ത് ആരെന്നാ വാങ്ങിയത് അത് അവരുടെ കയ്യിലേക്ക് എന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന് ഖുർആൻ ആയത്ത് ഇറങ്ങിയത് മക്ക ഫത്ഹിന്റെ ശേഷം. കഅബയുടെ താക്കോല് അത് തിരിച്ചേൽപ്പിക്കുമ്പോൾ ആ കുടുംബക്കാരെ പരിഗണിച്ചിട്ട് ഉസ്മാൻ ഇബ്നു തൽഹത്താണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾ. ആ കുടുംബത്തിൽ അയാളെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം. അയാൾ മുസ്ലിമാണോ അല്ലെന്ന് നോക്കേണ്ടതില്ല. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംയമനം പാലിച്ചിട്ടുണ്ട്. ആ ഉസ്മാൻ ഇബ്നു തൽഹത്ത് അപ്പം മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹമാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിൽ പോയി ദീൻ വിശ്വസിച്ച കാര്യവും അവിടെ ക്ലാസ്സിന് പോകുന്ന കാര്യം ശ്രദ്ധിച്ചത്. ഇത് പോയി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഹുന്നാസ് ബിൻത് മാലിക്
പേര് ഖുന്നാസ് ബിൻത് മാലിക്. മാലിക്കിന്റെ മകളായ ഖുന്നാസ് മക്കയിലെ വലിയ പണക്കാരിയായിരുന്നു. മാത്രവുമല്ല ആ മക്കയില് അന്ന് ആർക്കും ഇല്ലാത്ത അപൂർവമായ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു. പല തന്ത്രവും എന്നിട്ട് ഒരാളെ തല്ലാനും കൈകാര്യം ചെയ്യാനും വേണമെങ്കിൽ പോക്കിരിത്താനം കാണിക്കാനും എല്ലാത്തിനും കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു ഈ ഖുന്നാസ് ബിൻത് മാലിക്. ഖുന്നാസ് ബിൻത് മാലിക്കിനോട് പറഞ്ഞപ്പോൾ വല്ലാതെ ദേഷ്യപ്പെട്ടു. മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ വീട്ടിൽ കെട്ടിയിട്ടു, പിടിച്ചു വെച്ചു. എവിടെയും പുറത്ത് വിടാത്ത സാഹചര്യമുണ്ടായി. മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ മക്കയിലെ വലിയ പണക്കാരനായ ഉമൈറിന്റെയും ഈ ഖുന്നാസിന്റെയും മകനായിട്ടല്ലേ ജീവിച്ചത്. വലിയ പണക്കാരന്റെ മകനായിരുന്നു. അതുകൊണ്ട് രാജകീയ പ്രൗഢിയിൽ തന്നെ ജീവിച്ചു. നല്ല അക്കാലത്ത് എവിടെയും കിട്ടാത്ത വിലമതിച്ച വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന യുവാവായിരുന്നു. സുമുഖനും സുന്ദരനുമായ യുവാവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിച്ചാൽ അന്ന് അത്രയും സുമുഖനും സൗന്ദര്യവുമുള്ള ഒരു സഹാബി വേറെ ഇല്ലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഹദീസിലൊക്കെ കാണാം. മാത്രവുമല്ല നല്ല വസ്ത്രവും ധരിക്കും, നല്ല ഫുഡ് അടിച്ച് ജീവിച്ച ആളാ. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ സമയത്തും മുസ്അബിൽ വരുമ്പോൾ തന്നെ അത്തറിന്റെ മണം ഇങ്ങനെ അടിച്ചു വീശും. എല്ലാ സ്ഥലത്തും എവിടെയും കിട്ടാത്ത പിന്നെ അത്തറുകളാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അന്ന് പുരട്ടിയിരുന്നത്. അത്രക്കും പ്രൗഢിയിൽ, രാജകീയ പ്രൗഢിയിൽ ജീവിച്ച മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്രായ തന്നെ ഈ സുഖവും ഈ ആനന്ദവും ഈ എൻജോയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. ചെറുപ്രായത്തിൽ തന്നെ ദീൻ വിശ്വസിച്ചെന്ന് പറയുമ്പോ അള്ളാഹു നൽകുന്ന ഒരു ഈമാൻ എന്തായിരിക്കും അതിലൂടെ തന്നെ മനസ്സിലാക്കാനുള്ളതാ. വെറുതെ അല്ല മദീനയിൽ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്തത്. അതിന് മാത്രമുള്ള പക്വതയും എല്ലാ മെച്യൂരിറ്റിയും മഹാനവറുകൾക്ക് ലഭിച്ചിരുന്നു. ഇരിക്കട്ടെ. അങ്ങനെ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിയിട്ടു. വീട്ടിൽ നിന്ന് എവിടെയും വിടാതായി, എവിടെയും പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. അവസാനം ഒരു നിലക്കും ഉമ്മ ഇടക്കിടയെ പറയുന്നുണ്ട്, നീ മുഹമ്മദിന്റെ ഇതില് പെടണ്ട, ആ ഷർറിൽ പെട്ടുപോകണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വാ. നിന്റെ പൂർവികന്മാര് നിനക്ക് കാണിച്ചു തന്ന ആ വിഗ്രഹാരാധന അതിലേക്ക് തന്നെ നീ തിരിച്ചു വരണം. അല്ലാതെ നിനക്ക് രക്ഷ ഉണ്ടാവൂല, ഈ കുടുംബത്തിൽ നിനക്ക് എവിടെയും അഭയം ലഭിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടും ഭക്ഷണം കൊടുത്തില്ല, ഭക്ഷണം മുടക്കി, വസ്ത്രം കൊടുത്തില്ല, പണം കൊടുത്തില്ല, നേരത്തെ കൊടുത്തിരുന്ന ഒരു സുഖവും കൊടുത്തില്ല. അങ്ങനെ വീട്ടിൽ കെട്ടിയിട്ടു. ഇതിലൊന്നും മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പതറിയില്ല. ഒരു ചേഞ്ചസും വന്നില്ല. അവസാനം മുസ്അബിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാകുമ്പോ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. പുറത്താക്കുമ്പോഴും ഉമ്മ നിങ്ങൾ എന്നെ പുറത്താക്കരുത്, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയാണ്, ഞാൻ നാസിഹാണ്, നിങ്ങൾ ഉപദേശിക്കുകയാണ് ഉമ്മ. നിങ്ങൾ സത്യ മതമാകുന്ന ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നോളൂ, അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിച്ചാളൂ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അത് കേട്ടില്ല, ചെവി കൊണ്ടില്ല. അവസാനം നിരാശനായി മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തന്നെ അഭയം തേടുകയാണ്. അപ്പൊ ആ വിഷയം ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നീട് ഉഹദ് യുദ്ധത്തില് പിന്നെ ഇബ്നു ഖബീഅ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരു ഉഹദ് യുദ്ധത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലേ, അതിന്റെ വിഷയങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. ആദ്യം കുറച്ചൊക്കെ വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ജബൽ ഉർമാത്ത് എന്ന പർവ്വതത്തിന്റെ മുകളിൽ, ചെറിയ കുന്നിന്റെ മുകളിൽ അമ്പ് എറിയാൻ ബാണ അത് എറിയുന്നതിൽ പരിശീലനം നേടിയിട്ടുള്ള 70ഓളം സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ നിർത്തി. എന്നിട്ട് എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ താഴോട്ട് ഇറങ്ങി വരരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ സഹാബികൾ ഇറങ്ങി വരേണ്ട ഒരവസ്ഥ ഉണ്ടായി. ഇറങ്ങി വന്നു. ചിന്തയിൽ പേച്ചു പോയതാണ്. അങ്ങനെ സഹാബികൾക്ക് നട്ടോട്ടം ഓടി
പിന്നെ ഒരു അസ്ഥിരത ഉഹുദ് രണഭൂമിയിൽ ഉണ്ടായപ്പോൾ ആ സ്ഥലത്ത് സഹാബികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാലും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പതറാതെ ആ യുദ്ധഭൂമിയിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോഴാണ് ഇബ്നു ഖമീഅ എന്ന് പറയുന്ന ഒരു ശത്രു വന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വലത്തെ കൈയിൽ കൊടിയുണ്ടായിരുന്നു. ആ കൊടി അതിന്റെ യുദ്ധത്തിന്റെ പിന്നെ ലീഡർഷിപ്പ്, ക്യാപ്റ്റൻഷിപ്പ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഏൽപ്പിച്ചത് ഉഹുദ് യുദ്ധത്തിൽ. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വലത്തെ കൈയിൽ കൊടി പിടിച്ചിരുന്നു. ആ വലത്തെ കൈയിലേക്ക് ഇബ്നു ഖമീഅ വന്ന് ഖമീഅ ഖാഫ് മീം യാ ഹംസ ഹാത ഖമീഅ ഇബ്നു ഖമീഅ എന്നവൻ വലത്തെ കൈയിൽ വെട്ടി ഇടത്തെ കൈയിൽ അവിടുന്ന് കൊടി പിടിച്ചു. എന്നിട്ട് കൈയിന്റെ പരമാവധി യുദ്ധം ചെയ്തു. ഇടത്തെ കൈയും വെട്ടിയപ്പോ ഈ കൊടിയെ അങ്ങോട്ട് രണ്ട് കൈയിൽ ഉള്ള ഭാഗം അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് നെഞ്ഞോട് ചേർത്തി പിടിച്ചു. അങ്ങനെ അവസാനം നെഞ്ഞത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോഴാണ് മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ യുദ്ധഭൂമിയിൽ വീഴുന്നത്. ഹിജറയുടെ 3-ാമത്തെ വർഷമാണ് ഉഹുദ് യുദ്ധം നടക്കുന്നത്. ഇതെന്തിനാ ഞാൻ പറയുന്ന അറിയോ? ഉഹുദ് യുദ്ധത്തിൽ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായി. പിന്നെയും 3 വർഷം കഴിഞ്ഞ് 6-ാമത്തെ വർഷം ഹിജറ മദീനയിലേക്ക് ഹിജറ പോയി. ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞു, ഉഹുദ് യുദ്ധം കഴിഞ്ഞു, ഉഹുദ് യുദ്ധം കഴിഞ്ഞു, പിന്നെ 3 വർഷം കഴിഞ്ഞു. അതായത് ഹിജറയുടെ 6-ാമത്തെ വർഷമാണ് മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഹുന്നാസ് ബിൻത് മാലിക് ദീൻ വിശ്വസിക്കുന്നത്. ഹിജറ 6-ാമത്തെ ഉമൈർ ദീൻ വിശ്വസിച്ചിട്ടില്ല, വാപ്പ വിശ്വസിച്ചിട്ടില്ല, ഉമ്മ വിശ്വസിച്ചിട്ടുണ്ട്. ഹിജറ 6-ാമത്തെ വർഷമാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് ദായിയായി നബി തങ്ങൾ അയച്ചു. അവിടെ ദീന പ്രബോധനം നടത്തി, ഖുർആൻ പഠിപ്പിച്ചു. ഉസൈദ് ഇബ്നു ഹുദാർ റളിയല്ലാഹു അൻഹു പോലോത്ത, അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത വലിയ വലിയ മഹാന്മാർ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പോലോത്ത വലിയ വലിയ മഹാന്മാർ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലാണ് ദീൻ വിശ്വസിച്ചത്. അങ്ങനെ കാരണം അവരൊക്കെ ഓരോ ഗോത്രത്തിലെ ഓരോ വിഭാഗത്തിന്റെ നേതാക്കളായിരുന്നു മദീനയിൽ. ഔസ് ഖസ്റജ് 2 വിഭാഗം ഉണ്ടായിരുന്നല്ലോ മദീനയിൽ. ഞാൻ ആ വിഷയത്തിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മദീനയിൽ ദീനി പ്രബോധനം നടത്തി, ഖുർആൻ പഠിപ്പിച്ചു. മദീനയിൽ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് മുഖ്രി എന്നായിരുന്നു. അൽ മുഖ്രി. മുഖ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഓതി കൊടുക്കുന്ന ആളെന്ന്. അതിങ്ങനെ വന്ന് ലോപിച്ചിട്ട് ഇന്ന് ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് മുഖ്രി എന്ന് പറഞ്ഞു തുടങ്ങി. ഈ മുഖ്രി അവിടുന്ന് വന്നതാ. അൽ മുഖ്രിഉ അല്ലേ? അഖറഅ യുഖ്രിഉ ഇഖ്റാഅൻ ഫഹുവ മുഖ്രിഉൻ. ഇതാ മുഖ്രി. അവിടുന്ന് ഓതി കൊടുക്കുന്ന ആള്, ഖുർആൻ ഓതി കൊടുക്കുന്ന ആള് എന്നാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ദീന പ്രബോധനം നടത്തി, അവിടെ ഖുർആൻ പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു പുതിയ മതത്തിന്റെ വാഹകനായി മദീനയിലേക്ക് ഒരു പുതിയ യുവാവ് വന്നിട്ടുണ്ട് എന്ന വിവരം അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയപ്പോൾ ആളെ അയച്ചു. ഏതാണ് ദീൻ, എന്താണ് ദീൻ, അതിന്റെ അവസ്ഥ എന്താണ് ഒക്കെ പഠിക്കാൻ വേണ്ടി. അങ്ങനെ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വരാൻ പറഞ്ഞു. വന്നു വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ദീനിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് സൂറത്ത് യൂസുഫിലെ ആദ്യ ഭാഗം അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ചിട്ടാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ദീൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അവിടെ ദീന പ്രബോധനം നടത്തി. 1 വർഷം ദീന പ്രബോധനം നടത്തി. പിറ്റത്തെ വർഷം ഹജ്ജിന്റെ സീസൺ ആയപ്പോ 73 പുരുഷന്മാരും 2 സ്ത്രീകളും ചേർന്ന് മദീനയിൽ നിന്ന് മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മക്കയിലേക്ക് വന്നു. അങ്ങനെ അതേ അഖബന്റെ അടിയിൽ, ജംറത്തുൽ അഖബന്റെ അവിടെ അതിന്റെ അടിയിൽ തന്നെ 2-ാമത്തെ ബൈഅത്ത് നടന്നു. അൽ ബൈഅത്തുൽ അഖബ അസ്സാനിയ, രണ്ടാം അഖബ ഉടമ്പടി.
75 പേരാ. 73 പുരുഷന്മാരും 2 സ്ത്രീകളും. ആരുടെ നേതൃത്വത്തിൽ വന്നു? മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ആളായി. ഇവിടുന്ന് കുറെ മൊയ്നികൾ ദീനി പ്രബോധനം നടത്താൻ വേണ്ടി പോകൂലേ? ഗുൽബർഗ അവിടെ ഇടയ്ക്ക് പല സ്ഥലത്ത് ഇങ്ങനെ പോകും. എന്നിട്ട് വലിയ സ്ഥാപനത്തിനെല്ലാം കാണാൻ വേണ്ടി അവിടുന്ന് കുറെ ആളുകൾ ഇങ്ങോട്ട് കൂട്ടി വരും അല്ലെ. നമ്മുടെ നാട്ടിലുള്ള ഉസ്താദ് പഠിച്ച സ്ഥാപനം എന്ന് പറഞ്ഞ് അഭിമാനത്തിലാ വരിക. അവർക്ക് വരുമ്പോ ഒരു ഹെമ്മ ഉണ്ടാവും, അഭിമാനം ഉണ്ടാവും. കൂട്ടി വരുന്ന ആ ഒരു ദായിക്കും അഭിമാനം ഉണ്ടാവും, ഇസ്സത്ത് ഉണ്ടാവും. കൂട്ടി വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു കൊല്ലത്തെ റിസൾട്ടുമായിട്ടാണ്. റിസൾട്ട് പലതുകൊണ്ട് പലരും വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും 75 പേരെത്തിട്ടാണ് ഇവിടെ വരുന്നത്, മക്കയിലേക്ക് വരുന്നത്. രണ്ടാമത്തെ വരവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താണ് പ്രതിജ്ഞ നടക്കുന്നത്? അൽ ബുനൂദ് എന്ന് പറഞ്ഞ നിയമങ്ങൾ. ബയ്യത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ ഒത്തുതീർപ്പായി റസൂലുള്ളാഹിന്റെ രണ്ടാമത്തേല് ഞങ്ങള് നബിതങ്ങൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും അനുസരിച്ചോളാം. തങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ കേട്ട് ജീവിച്ചോളാം. തഖ്വ ചെയ്ത് ഞങ്ങൾ ജീവിച്ചോളാം. ഞങ്ങൾ ദീനി പ്രബോധനം നടത്താം. അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ വേണ്ട രൂപത്തിൽ ഞങ്ങൾ സഹായിക്കാം. മദീനയിലേക്ക് വരികയാണെങ്കിൽ അവിടെ വേണ്ടതുപോലെ റസൂലുള്ളാഹിക്ക് ഞങ്ങൾ അഭയം നൽകിക്കോളാം എന്നിങ്ങനെ പറഞ്ഞ ഹിജ്റക്ക് ടേണിംഗ് പോയിന്റ് അവിടുന്നാണ് തുടങ്ങുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റയെ കുറിച്ച് ചിന്തിക്കുന്നത് രണ്ടാമത്തെ ബയ്യത്തിലാണ്. അങ്ങനെ വന്ന 75 പേരും തിരിച്ചുപോയി. ഹജ്ജ് സീസൺ കഴിഞ്ഞു. തിരിച്ചുപോയി. മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മക്കയിൽ തന്നെ ബാക്കിയായി. ബാക്കിയുള്ള ദുൽഹിജ്ജന്റെ പകുതി ഭാഗവും പിന്നത്തെ മുഹറമും സഫറും എല്ലാം കഴിഞ്ഞു. പിന്നെ റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12-നല്ലേ ഹിജ്റ പോയത്. ആ പോകുമ്പോൾ നബി തങ്ങളോടൊപ്പം മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് പോയതാ. അപ്പൊ ഹിജ്റയെ കുറിച്ച് ചിന്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് ഹിജ്റ പോയത് എപ്പോഴാ? റബീഉൽ അവ്വൽ 12-നാണ്. എന്താണ് ഈ ഹിജ്റ എന്ന് പറഞ്ഞാൽ? ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഹിജ്റയെ കുറിച്ച് എവിടുന്ന് ചിന്തിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും വിഷയങ്ങൾ പറയേണ്ടി വന്നു. അപ്പൊ ഹിജ്റ എന്ന് പറയുമ്പോ ഹജ്ർ എന്ന പദത്തിൽ നിന്നാണ് ഹിജ്റ എന്ന് വരുന്നത്. ഹജ്ർ എന്ന് പറഞ്ഞാൽ വർജിക്കുക, ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക, തർക്ക് ചെയ്യൽ, ഉപേക്ഷിക്കൽ, എല്ലാം ഉപേക്ഷിക്കുക, എല്ലാം ഒഴിവാക്കുക. ദുനിയാവിൽ ഒരു മനുഷ്യനെന്ന നിലക്ക് ആഗ്രഹം തോന്നുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അത് ദീനിന് വേണ്ടി ഒഴിവാക്കുക. അതാണ് സഹാബത്ത് ചെയ്തത്. ഹിജ്റ പോകുമ്പോ മക്കയിൽ അവർക്കുണ്ടായിരുന്ന എല്ലാം ഒഴിവാക്കി. അത് ഒരു സ്പിരിച്വൽ ലെവലിലായി വരുമ്പോ ആത്മീയമായി ആ ഉപേക്ഷിക്കലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് സുഹൃദായി മാറും. സുഹൃദ്, പരിത്യാഗം. പച്ച മലയാളത്തിൽ ഇനിയിപ്പോ ജനറലായിട്ട് പറയുമ്പോൾ സന്യാസം എന്നൊക്കെ പറയും. നമുക്കങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ പരിത്യാഗം എന്നൊക്കെ പറയാം. സന്യാസം മറ്റു ഹിന്ദു മതക്കാരൊക്കെ ഉപയോഗിക്കുന്ന വേർഡാണ്. പരിത്യാഗം എന്ന് പറയാം. പ്രപഞ്ചം ത്യജിച്ചുകൊണ്ട് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇബാദത്തിന് വേണ്ടിയോ അല്ല ദീനിന്റെ കാര്യത്തിന് വേണ്ടിയോ ഇറങ്ങിത്തിരിക്കുക. അതാണെന്ത് ഹജ്ർ. എല്ലാം ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയത് കൊണ്ടാണ് സഹാബത്ത് ആ നിയ്യത്തോടു കൂടെ സദഖ ചെയ്തത് കൊണ്ടാണ് അവർ ഒരു ഗോതമ്പ് മണി സദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉഹുദ് പർവ്വതത്തിനോളം സ്വർണം ഞങ്ങൾ സദഖ ചെയ്താൽ ഞങ്ങളുടെ സദഖ അവർ സദഖ ചെയ്ത ഒരു ഗോതമ്പ് മണിയുടെ സ്ഥാനത്തേക്ക് എത്തുകയില്ല എന്ന് പറഞ്ഞു. لو أنفق أحدهم مثل أحد ذهبا ما أنفق مد أحدهم ولا نصيفه. 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 ما أنفق
അവരിൽപ്പെട്ട മനുഷ്യന്മാരിൽപ്പെട്ട ആരും, സഹാബത്തല്ലാത്ത ആരും, ഈ അൻസാരികളും മുഹാജിറുകളും അല്ലാത്ത മറ്റു ഈ സഹാബികളല്ലാത്തവർ അവർക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ. റസൂലുള്ളാഹിന്റെ കൂടെ ദീനിന് വേണ്ടി എല്ലാം ഒഴിവാക്കി പോകുന്ന ഭാഗ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവര് ഉഹുദ് പർവ്വതത്തിനോളം സ്വർണം, അത്ര വലിയ കൂമ്പാരം, വലിയ റാശി സദക്ക ചെയ്താലും സഹാബത്തിന്റെ കയ്യിലുള്ള അവര് സദക്ക ചെയ്ത ഒരു ഗോതമ്പിന്റെ, ഒരു ഗോതിന്റെ ഒരു മണി, ഒരു ധാന്യം ആ സദക്കയിലേക്ക് എത്തൂല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എല്ലാം ദീനിന് വേണ്ടി ത്യജിച്ചത് കൊണ്ടാണ്. ഞങ്ങൾ സദക്ക ചെയ്യുന്നത് എല്ലാം ത്യജിച്ചുകൊണ്ടല്ല, ത്യാഗം ചെയ്തുകൊണ്ടല്ല, വർജിച്ചുകൊണ്ടല്ല, ഞങ്ങൾക്ക് വേണ്ടുവോളം വെച്ചിട്ട് സുഖിക്കാനും സുഖലോലുപരായി ജീവിക്കാനും പര്യാപ്തമാകുന്നത് എന്തെല്ലാമുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് വഹിച്ചിട്ട് പിന്നെന്തെങ്കിലും മിച്ചം വരുന്നുണ്ടെങ്കിൽ, ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഞങ്ങൾ സദക്ക ചെയ്യുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് വരും. ഹിജ്റ എന്ന് പറയുമ്പോൾ ഹിജ്റക്ക് ഏറ്റവും വലിയ പ്രാധാന്യമാണുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലൽ ഹിജ്റതു ലകുൻതു ഇംറഅൻ മിനൽ അൻസാരി. ഹിജ്റ എന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരാളാകുമായിരുന്നു. എന്തിനാണ് പറഞ്ഞത്? ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അറാദ ബിഹാദൽ കലാമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖൗൽ കൊണ്ട് ഉദ്ദേശിച്ചത് തഅല്ലുഫൽ അൻസാരി വസ്തിതാബത നുഫൂസിഹിം, സഹാബികളുടെ മണവളിക്കുക എന്നെല്ലാം പറയുന്നില്ല, കന്നഡത്തിൽ പറയുമ്പോൾ തൃപ്തിപ്പെടുത്താനും അവരുടെ മനസ്സ് സമാധാനിപ്പിക്കാനും അവരുടെ മനസ്സുകൾ കോർത്തിണക്കാനും ദീനിന്റെ കാര്യത്തിൽ അവർ എത്രത്തോളം പ്രതിബദ്ധത ഉള്ളവരായിരുന്നു എന്ന വിഷയത്തിൽ അവരെ പ്രശംസിക്കാനും ആണ് നബി തങ്ങൾ ഉദ്ദേശിച്ചത്. മാത്രവുമല്ല, അൻസാരികളുടെ മഹത്വം ചില്ലറ മഹത്വമൊന്നുമല്ല, ഞാനും അവരിൽ പെടുമായിരുന്നു. എനിക്കും അൻസാരികളെ കൂട്ടത്തിൽ പെടാൻ, ആരൻസാരികൾ, മദീന നിവാസികൾ, ഞാനോട് വരുന്നുണ്ട്, അവരിൽ പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഹിജ്റ എന്നത് എന്നെ തടയുന്നു. എന്നാ പിന്നെ ഹിജ്റ പോവാതെ അൻസാരികളെ കൂട്ടത്തിൽ പെടാൻ പറ്റുമോ? ഇല്ല. അത് ഒഴിച്ചുവിടാൻ പറ്റാത്ത, ഒഴിക്കൽ ജായിസ് അല്ലാത്ത ഒരു കാര്യമാണ് ഹിജ്റ. അത് അല്ലാഹു തആല നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. അതെനിക്ക് അതിനെ മാറ്റം വരുത്താൻ, ആ തീരുമാനത്തെ മാറ്റം വരുത്താൻ എനിക്ക് കഴിയില്ല. അത്രത്തോളം ശ്രേഷ്ഠതയാണ് ഹിജ്റക്കുള്ളത്, ഫളീലത്താണുള്ളത്. ഇരിക്കട്ടെ. അപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ, ഹജ്ർ എന്ന് പറഞ്ഞാൽ തർക്ക്, ഒഴിവാക്കൽ എന്ന് പറഞ്ഞാൽ എന്താണത്? സുഹുദാണ്, പ്രപഞ്ചത്യാഗം, എല്ലാം പരിത്യജിച്ചു കൊണ്ടുപോകല്. അപ്പൊ ഈ സുഹുദ് എന്തായി വരും? തഖ്വ കഴിച്ചാൽ, അള്ളാഹുവിനോടുള്ള ഭയഭക്തി, തഖ്വ കഴിച്ചാൽ പിന്നെ അടുത്ത സ്ഥാനം ആർക്കാണുള്ളത്? സുഹുദനാണുള്ളത്. വസ്സുഹുദു അഫ്ളലു മൻസിബിൻ ബഅദ തുഖാ. തഖ്വയ്ക്ക് ശേഷം അടുത്ത സ്ഥാനം സുഹുദനാണുള്ളത്. എല്ലാം പരിത്യാഗം, എല്ലാം ഒഴിവാക്കിക്കൊണ്ടുപോകുക ദീനിന് വേണ്ടി. എന്ന് പറഞ്ഞിട്ട് തുടർന്ന് ആയത്തിൽ പറയുന്നെന്താ? മക്ക ഖുറൈശികൾക്ക് ധാരാളം സമ്പത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. മുശ്രിക്കീങ്ങൾക്ക് വലിയ വലിയ ഈത്തപ്പഴ കച്ചവടക്കാരും വലിയ വലിയ ബിസിനസ്സുള്ള ആളുകളും രത്നക്കല്ലും മുത്തും കോമേതകക്കല്ലും അമൂല്യമായി വിലമതിച്ച കല്ലുകൾ, സ്റ്റോണുകൾ കച്ചവടം ചെയ്തിരുന്നവരാണ്. അപ്പൊ അവര് വലിയ വലിയ ധനാഢ്യന്മാരും പണക്കാരുമായിരുന്നു. അതൊന്നും കണ്ടിട്ട് നബിയെ തങ്ങൾ അവരുടെ പണം കൊതിച്ചു പോകരുത്. അവർ കൊടുത്തതിലേക്ക് തങ്ങളൊന്നും നോക്കി പോകരുത്. നബിയെ തങ്ങൾക്ക് നാം എന്ത് നൽകിയിട്ടുണ്ട്? ഫാത്തിഹ സൂറത്ത് തന്നിട്ടില്ലേ? അതന്നെ ഏറ്റവും വലിയ സമ്പത്താണ്. ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുക. അതിനോളം കടപിടിക്കുന്ന, അതിനോളം ഓവർടേക്ക് ചെയ്തെത്തുന്ന വേറെ ഒരു അമൂല്യമായ വസ്തു ഈ ലോകത്ത് ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അത് മുറുകെ പിടിക്കൂ നബിയെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയത്തൊക്കെ പഠിച്ചവരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കല്. ആര്? സഹാബത്ത് മൊത്തം. ഹിജ്റയുടെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു.
ഈ ഹിജറ റസൂലുള്ളാഹി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റബീഉൽ അവ്വൽ 12-നാണ് ഹിജറ പോയത്. എന്നിട്ട് ഹിജറ വർഷം എണ്ണാൻ ആരംഭിച്ചത് ഏത് മുതൽക്കാണ്? മുഹറം മുതൽ. ആരാണ് ഹിജറ വർഷം എണ്ണാൻ തുടങ്ങിയത്? ഉമർ റളിയല്ലാഹു അൻഹു. രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഹിജറ കാലണ്ടർ തുടങ്ങിയത്. അതിനു മുമ്പ് താരീഖില്ലേ? ഇല്ല. മാസങ്ങളില്ലേ? ഉണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്. ഖുർആനാ പറഞ്ഞത്. എന്തേ മാസങ്ങളുടെ എണ്ണം 12 അള്ളാഹുവിന്റെ കിതാബിൽ സ്ഥിരപ്പെട്ടത് 12. പിന്നെങ്ങനെ അതിനെക്കുറിച്ച് മഹത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്. അല്ലാഹു ആകാശഭൂമിയെ സൃഷ്ടിച്ചത് മുതൽക്ക് 12 മാസം അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. മുഹറം, സഫർ എന്നിങ്ങനെ തുടങ്ങുന്ന റബീഉൽ അവ്വൽ മാസം തന്നെ ഉണ്ട്, മുമ്പ് തന്നെ ഉണ്ട്. ഹിജ്റ വർഷമായി എണ്ണാൻ തുടങ്ങിയത്, താരീഖായി തുടങ്ങിയത്, ഡേറ്റായിട്ട് തുടങ്ങിയത് ഉമർ റളിയല്ലാഹുവിന്റെ കാലം തൊട്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പും ഹിജ്റ പോയി 17ാമത്തെ വർഷം വരെ ഹിജ്റ പോയിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം 17ാമത്തെ വർഷം വരെ നീണ്ടു നിന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലശേഷം ഭരണം ഏറ്റെടുത്തു, ഖിലാഫത്ത് ഏറ്റെടുത്തു. ഹിജ്റയുടെ 17ാമത്തെ വർഷം ഉമർ റളിയല്ലാഹു ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോയതിന്റെ ശേഷവും ഹിജ്റക്ക് മുമ്പും ദിവസങ്ങൾ എങ്ങനെ കണക്കാക്കല്? ആമുൽ ഫീല് കേട്ടിട്ടില്ല നിങ്ങൾ? ആനക്കലഹ വർഷം, കാബ പൊളിക്കാൻ അബ്രഹത്തിന്റെ പട്ടാളം വന്നില്ലേ? ആ കൊല്ലം, അതൊരു കൊല്ലത്തിൽ വലിയ സംഭവം അതാണ് നടന്നത്. ആ ഒരു കൊല്ലം എഴുതി വെക്കും, ഇത് ഇന്ന കലഹം, ആനക്കലഹം നടന്ന വർഷം. അതുകൊണ്ട് അങ്ങനെ പറയും, ആ പേര് കൊണ്ട് പറയും. വേറെന്തെങ്കിലും സംഭവം നടന്നാൽ ആ പേര് കൊണ്ടാണ്. അതായിരുന്നു ആദ്യം. ഓരോ കൊല്ലത്തിലും ഓരോ മാസത്തിലും എന്തെങ്കിലും പ്രത്യേകമായി എടുത്തു പറയേണ്ട എന്തെങ്കിലും സംഭവം നടന്നാൽ അതിന്റെ പേരിലാണ് ഡേറ്റുകൾ പറയാം. ഇന്ന സംഭവം നടന്ന ദിവസം, ഇന്ന സംഭവം നടന്ന വർഷം, ഇന്ന സംഭവം നടന്ന മാസം എന്നിങ്ങനെയാണ് അറബികൾ അതുവരെ എഴുതി വെക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയി 17ാമത്തെ വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഹിജ്റ കാലണ്ടർ ഉണ്ടാക്കുന്നത്. അതുവരെ ഹിജ്റ കാലണ്ടർ റസൂലുള്ളാഹിന്റെ ഹിജ്റയ്ക്ക് ശേഷവും ഇല്ല. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു എണ്ണാൻ തുടങ്ങിയത് ആ 17ാമത്തെ വർഷം മുതൽക്കാണോ? അല്ല, റസൂലുള്ളാഹി ഹിജ്റ പോയ വർഷം ഉണ്ടല്ലോ, അവിടുന്ന് ഇങ്ങോട്ട് തന്നെ എണ്ണിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ കലണ്ടർ ഉണ്ടാക്കുന്ന വർഷത്തേക്ക് എത്ര വർഷമായി? 17 വർഷമായി. അപ്പൊ മുമ്പ് കഴിഞ്ഞ 17 ഇങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എത്രയാണ്? 1447. എവിടുന്ന? മുഹറം 1 മുതൽ അല്ലേ? ആയിട്ടില്ല. ഹിജ്റ പോയിട്ട് 1447 വർഷം ആയിട്ടില്ല. ഇനിയും 2.5 മാസമുണ്ട്. 2 മാസവും 12 ദിവസവും ഉണ്ട്. റബീഉൽ അവ്വൽ 12-നല്ലേ പോയത്? മദീനയിലെത്തിയത് ഹിജ്റ എപ്പോ? റബീഉൽ അവ്വൽ 12-ന്. ബനൂ നജ്ജാർ ഗോത്രക്കാർ റസൂലുള്ളാഹി തങ്ങളെ തലാൽ ബദ്ർ ചൊല്ലി സ്വീകരിച്ചില്ലേ? വെൽക്കം സോങ് പാടിയിട്ട് അപ്പോ എന്താ തലാൽ ബദ്ർ പാടി സ്വീകരിച്ച സംഭവം അറിയാലോ. അപ്പോ ഈ അൻസാരിന്റെ വീട്ടിൽ മുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തിയ സംഭവങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ആ വിഷയത്തിലൊക്കെ ഒന്നും ഇപ്പൊ കിടക്കുന്നില്ല. ചരിത്രം പറയലേക്ക് ഇപ്പൊ ഇങ്ങനെ കൂടുതൽ പറയാൻ ഉദ്ദേശിച്ചത് ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം പറയാനാണ് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ 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 റബീഉൽ അവ്വൽ 12 എല്ലാ വർഷവും ഈ കൊല്ലം 1447 മുഹറം 1 മുതൽ എണ്ണുമ്പോൾ മനസ്സിൽ എന്ത് വേണം? ഇനി 2 മാസവും 12 ദിവസം ബാക്കിയുണ്ട് ഈ വർഷം തുടങ്ങാൻ എന്ന് മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും. മുഹറം മുതൽക്ക് തന്നെ റസൂൽ മുഹറമിൽ ഹിജ്റ പോയത് അല്ലല്ലോ, റബീഉൽ 12. അപ്പൊ 2 മാസവും 12 ദിവസം ബാക്കിയുണ്ട്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12 അല്ലേ? 12 ദിവസം. പിന്നെ അതിനെന്ത് പിന്നെ ഇങ്ങോട്ട് കൂട്ടി റബീഉൽ അവ്വൽ തന്നെ തുടങ്ങിക്കൂടെ? അതാ മഹാനായ പിന്നെ ഒരു ഹദീസിൽ കാണാം മാ അദ്ദു മിൻ മബ്അസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ മിൻ വഫാത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ നബിയായി നിയോഗിക്കപ്പെട്ട വർഷം ഏതാണോ അവിടുന്ന് എണ്ണിയിട്ടില്ല. സഹാബികളുടെ ചർച്ച വന്നു. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇരുത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടുന്നാണ് ഞങ്ങൾ ഈ ഹിജ്റ കലണ്ടർ താരീഖ് തുടങ്ങേണ്ടത്? റസൂലുള്ളാഹി ജനിച്ച സമയമാക്കാമെന്നൊരു അഭിപ്രായം വന്നു. ആ വർഷം മുതൽക്ക് നമുക്ക് തുടങ്ങാം. അത് പറ്റൂല എന്ന് പറഞ്ഞു ചില ആളുകൾ. എന്തുകൊണ്ട്? റസൂലുള്ളാഹി ജനിച്ച വർഷത്തിൽ ചിലവര് വളരെ കുറഞ്ഞ ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അന്നല്ല, റബീഉൽ 12 അല്ല, വലിയതൊന്നും അല്ലത്. എന്നാലും എല്ലാവർക്കും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒന്നാണ് ഏത്? ഹിജ്റ പോയ ദിവസം. ആർക്കും എന്തില്ല, ആ ഡേറ്റിൽ അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. എന്നാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അവിടുന്ന് തുടങ്ങിക്കൂടെ? ഇല്ല, അതും പറ്റൂല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ വഫാത്ത് എല്ലാ വർഷവും ഓർമ്മ വരുമ്പോ ചിലർ ഷിയാക്കൾ ചെയ്യുന്ന പോലെ ചെയ്താലോ, ദുഃഖാചരണം നടത്തിയാലോ. അതുകൊണ്ട് വഫാത്ത് ആചരിക്കാനില്ല, ദുഃഖാചരണം ഇസ്ലാമിലില്ല. മഅ്തം എന്ന പേരിൽ ഷിയാക്കളാണ്, ഗോത്രക്കാരാണ്. കത്തിക്കുത്തും അതുപോലെ തന്നെ ലൈറ്റിങ്ങും ഡെക്കറേഷനും ഗല്ലി എല്ലാം എല്ലാ കുറുക്ക് വഴികൾ എല്ലാം ശമിക്കാനും ഇതെല്ലാം തുടങ്ങിയത്. അതല്ല. അപ്പൊ അതുപോലെ ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം മുതൽക്ക് വഫാത്തായ ആ ദിവസം അതിനെ അയവിറക്കിക്കൊണ്ട് അന്ന് ദുഃഖാചരണം നടത്തിയാലോ, അതുകൊണ്ട് അതിനെ ഇടവെക്കണ്ട. അതുകൊണ്ട് വഫാത്തിന്റെ ദിവസം വേണ്ട. പിന്നേതാ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റിയ ഒരു സംഭവമാണ് ഹിജ്റ, പരിത്യാഗം. എല്ലാം ദീനിന് വേണ്ടി ഒഴിവാക്കി പോയത്. അതിനോളം കടപിടിക്കുന്ന ഒന്നില്ല. പറഞ്ഞല്ലോ, എന്റെ മഹത്വങ്ങൾ പറഞ്ഞല്ലോ. മഹാനായ അതുകൊണ്ട് ആ ദിവസം മുതൽക്ക് നമുക്ക് തുടങ്ങണം. അതിനെ ആധാരമാക്കിക്കൊണ്ട് ഹിജ്റ വർഷം തുടങ്ങണം. അങ്ങനെ തീരുമാനമായി. എല്ലാ സ്വഹാബികളും ഓക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്തു? ഹിജ്റ വർഷം റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് പോയത് മുതൽ അതിനെ ആധാരമാക്കിയിട്ട് എണ്ണാൻ തുടങ്ങണം. പക്ഷെ എണ്ണുമ്പോ മുഹറം മുതൽക്ക് തുടങ്ങണം. എന്തുകൊണ്ട്? ഹജ്ജ് വേളയിലാണല്ലോ രണ്ടാമത്തെ അക്കബയിൽ ഇങ്ങനെ ചിന്തിച്ചത് അല്ലേ? ആ ചിന്തിച്ചിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണല്ലോ എവിടേക്ക് പോകുന്നത്? ഹിജ്റ പോകുന്നത്. ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ 3 മാസം അല്ലേ? റബീഉൽ 12 പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോ ഹിജ്റ പിന്നെ 12 വർഷം, പിന്നെ നുബുവത്തിന്റെ 12 വർഷം കഴിഞ്ഞു. പിന്നെ 13ാമത്തെ വർഷം മുഹറം മുതൽക്കല്ലേ തുടങ്ങുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഹിജ്റയെ കുറിച്ച് ചിന്തിച്ച ദുൽഹിജ്ജ 10 അല്ലേ? ഹജ്ജിന്റെ സീസണില. അത് ഒരു മാസത്തിന്റെ പകുതിയാണ്. പകുതി അങ്ങോട്ട് തുടങ്ങുന്നത് ശരിയല്ലല്ലോ. പോക്ക്. പിന്നെ പോയത് റബീഉൽ അവ്വൽ ആണെങ്കിലും ആ കൊല്ലത്തിന്റെ തുടക്കം മുഹറമല്ലേ? തൊട്ടടുത്ത മാസമല്ലേ? അതുകൊണ്ട് ആ മാസം മുതൽക്ക് നമുക്ക് എണ്ണാൻ തുടങ്ങാമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു.
തിരിഞ്ഞില്ലേ? അതാണ് ഒരു മാസത്തിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു തർക്ക്, ഹജർ, പരിത്യാഗം എല്ലാം ഒഴിവാക്കല്. നമ്മളൊക്കെ ആണെങ്കിലോ ഇബാദത്ത് ധാരാളം ചെയ്യും. ഞാൻ പറഞ്ഞത് തർക്ക് എല്ലാം ഒഴിവാക്കല്. നമ്മളൊക്കെ ഇബാദത്ത് ധാരാളം ചെയ്യുന്നില്ല. ആരാണ് ഇബാദത്ത് ചെയ്യാത്തവർ? നമുക്ക് പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് ചിലപ്പോൾ ഇല്ല. വലിയവരൊക്കെ നല്ലോണം ഇബാദത്ത് ചെയ്യുന്നവരില്ലേ? ഉസ്താമാർ, വലിയ ഉസ്താമാർ നല്ലോണം ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ആളുകളൊക്കെ പൊതുജനങ്ങളും നല്ല പ്രായമുള്ള ആളുകൾക്ക് നല്ലോണം ഇബാദത്ത് ചെയ്യുന്നുണ്ട്. പള്ളിയിൽ ഖുർആൻ ഓതുന്നുണ്ട്, അല്ലേ? സദക്ക ചെയ്യുന്നുണ്ട്. എല്ലാ സൽക്കർമ്മം ചെയ്യാൻ ഉഷാറാണ്. പക്ഷേ നമ്മൾ സുഖങ്ങളും ഞങ്ങളെ പണവും ഇതെല്ലാം ദീനിന് വേണ്ടി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിനാരും കിട്ടൂല. അത് കുറച്ച് കഷ്ടമാണ്. ഇബാദത്ത് ചെയ്യാൻ സൽക്കർമ്മം ചെയ്യാൻ എല്ലാവരും ഉഷാറാണ്. ഒന്ന് ദീനിന് വേണ്ടി ഒഴിവാക്കിക്കൂടെ? സുഖം, എൻജോയ്, ആനന്ദം. അതുപോലെ തന്നെ ഭാര്യ, മക്കള്, സ്വത്ത്, തോട്ടം ദീനിന് വേണ്ടി ഒഴിവാക്കിക്കൂടെ എന്ന് പറയുമ്പോ ഞങ്ങളതിന് എത്ര പെട്ടെന്ന് കിട്ടൂല. അതുകൊണ്ടാണ് ഇവരെന്തായത് ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിയത് ഈ സ്വഹാബികൾ. ഈ സ്വഹാബികൾ കൂട്ടത്തിൽ ഹിജ്റയുടെ വിഷയം നാം അയവറക്കുമ്പോ മറന്നു പോകാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമുണ്ട്. മഹാനായ സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു. സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ദുർബലനായിരുന്നു. ഒന്നിനും ഒരു ഗതിയില്ലാത്ത ഒരാളായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ പച്ചപ്പാവമായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ശത്രുക്കളിൽ നിന്ന് നല്ലോണം മർദ്ദനങ്ങളും അക്രമങ്ങളും ഏറ്റുവാങ്ങിയ ഒരാളാണ്. സഹിച്ചാളാ, നല്ലോണം സഹിച്ചു. പക്ഷേ പതറിയില്ല, ദീനിൽ ഉറച്ചു നിന്നു. എന്നിട്ട് നല്ലോണം അധ്വാനിച്ചു, കച്ചവടം ചെയ്തു. വലിയ രത്നക്കല്ലിന്റെ കച്ചവടം തുടങ്ങി. വലിയ പണക്കാരനായി. സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഹിജ്റ പോയത്? ആ സംഭവം ഇങ്ങനെ വിവരിക്കുകയാണ്. ലമ്മാ അഖ്ബല സുഹൈബ് മുഹാജിറൻ നഹ്വൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ കൂടെ പോയിട്ടില്ല, പിന്നെ പോയത്. ഇവിടെ കുറച്ച് സെറ്റിംഗ് എല്ലാം ചെയ്യാനുണ്ടല്ലോ. ഇവിടെയും കുറെ ഉത്തരവാദിത്തങ്ങളില്ലേ? ഇപ്പൊ നാടും വീടും കച്ചവടം കുടുംബം എല്ലാം ഒഴിവാക്കി പോകുന്നതല്ലേ? അങ്ങനെ പിന്നീടാ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ സുഹൈബേ, നീ അങ്ങനെ പോയാലൊന്നും പറ്റൂല, നിന്നെ വിടൂല, എവിടേക്ക് പോന്ന്, നിക്കവിടെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ പിന്നാലെ ഖുറൈശികൾ കൂടി ആക്രമിക്കാൻ വളഞ്ഞു. അപ്പോ തന്റെ വാഹനത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. തന്റെ ആയുധം വെക്കുന്ന വറണ്ടല്ലോ, അതിൽ നിന്ന് വാള് പുറത്തെടുത്തു. അതുപോലെ തന്നെ അമ്പ് ബാണം ഉണ്ടല്ലോ, അത് വാള് എല്ലാം വെക്കുന്ന ഒരു സഞ്ചിക്കാണ് കിനാനത്ത് എന്ന് പറയുന്നത്. തവീലു നജാദ് എന്ന് പഠിച്ചില്ലേ കിനാനത്തിന്റെ ബാബിൽ? ആ നജാദ് കിനാനത്തിൽ പറഞ്ഞ ഒന്ന് തന്നെ. അതാണ് ആ കിനാത്ത് നമ്മൾ പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഓ ഖുറൈശികളെ, ലഖദ് അലിംതും, നിങ്ങൾക്കറിയാലോ, അന്നീ മിൻ അർമാക്കും റജുലൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അമ്പെറിയുന്നതിൽ പരിശീലനം നിങ്ങളെക്കാൾ കൂടുതൽ ഉള്ള ആള് ഞാനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അങ്ങനെ ഒരു എന്തുണ്ട് കഴിവ് ആർക്കുണ്ട്? സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അമ്പെയ്ത്തുകാരനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അല്ലേ?
അള്ളാഹുവിനെ തന്നെ സത്യം, ലാ തസിലൂന ഇലയ്യ ഹത്താ അർമി ബികുല്ലി സഹമിൻ, ഞാൻ എല്ലാ അമ്പും ഞാൻ അറിയും, എൻ്റെ അടുത്തുള്ളത് എല്ലാം എറിഞ്ഞു തീർക്കും. അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള വാളും എൻ്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ലാതെ ഞാൻ പൊരുതും. അപ്പോ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളും എൻ്റെ അടുക്കലേക്ക് എത്താൻ ഉണ്ടാവൂല, നിങ്ങളെല്ലാം തീർന്നു പോകും, കാലായി പോകും. നിങ്ങൾക്ക് അറിയില്ലേ എൻ്റെ അവസ്ഥ? നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ എന്തിന് എൻ്റെ അടുത്ത് കളിക്കാതിരിക്കുന്ന വെറുതെ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ മക്കയിൽ എൻ്റെ കച്ചവടം എവിടെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ മുതൽ എവിടെയെല്ലാം ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ ആസ്തി, എൻ്റെ പിന്നെ പ്രോപ്പർട്ടി എല്ലാം, എൻ്റെ വിലമതിച്ച വസ്ത്രങ്ങളെല്ലാം എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. പോയിട്ട് എടുത്തോളി, വേണ്ടി വരും യൂസ് ആയിക്കോളി. ഞാനൊന്നും മദീനത്തേക്ക് കൊണ്ടുപോകുന്നില്ല, ഞാനെല്ലാം ഒഴിവാക്കി പോവുകയാണ്. എന്നെ മാത്രം നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടത് എന്താ? മുതലല്ലേ, എന്റെ വസ്ത്രല്ലേ, എന്റെ മറ്റു എന്തെല്ലാം പ്രോപ്പർട്ടി എല്ലാം ഞാൻ ഒഴിവാക്കി പോകാം. സബീലി അല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങൾ ഒഴിവാക്കി തരാമല്ലോ, എന്റെ തടീന ഞാൻ പോയിക്കോളാം. ശത്രുക്കൾ പറഞ്ഞു അതെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര വേണ്ടിയത് അല്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വെറും കൈയോടെയാണ് സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു പോകുന്നത് മദീനയിലേക്ക്. സിനാൻ ഇബ്നു സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തങ്ങൾ കാണേണ്ട താമസം പറഞ്ഞു. ഖാല നബി തങ്ങൾ പറഞ്ഞു, റബിഹൽ ബൈഉ അബാ യഹ്യ, റബിഹൽ ബൈഉ അബാ യഹ്യ, റബിഹൽ ബൈഉ അബാ യഹ്യ. അബൂ യഹ്യ എന്ന് പറഞ്ഞാൽ സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്ഥാനപ്പേരാണ്. അതും വിളിച്ചിട്ട് അബൂ യഹ്യ, കച്ചവടം വിജയിച്ചിട്ടുണ്ട് കേട്ടോ, കച്ചവടം വിജയിച്ചിട്ടുണ്ട്, കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്, ആഖിറത്തേക്കുള്ള കച്ചവടം. അതാ കച്ചവടത്തിൽ ലാഭം നേടിയ ആളതാ വരുന്നു, ആഖിറത്തിന് വേണ്ടിയുള്ള കച്ചവടത്തിൽ ലാഭം കൊയ്ത ആള് അതാ വരുന്നു. ഭക്ഷണമില്ല, പാനീയമില്ല, വസ്ത്രമില്ല, കുടുംബമില്ല, എല്ലാം ഇതാ ഒഴിവാക്കി വരുന്നു. നോക്കൂ സഹാബികളെ വരുന്നത്, എന്നിട്ട് പൊട്ടിക്കരയുകയാണ്. നമ്മളോ ഒഴിവാക്കുവോ? നമ്മളെ കിട്ടൂല. വിവാദത്തെ എത്രമാണെങ്കിലും അതാണ് മുഹാജിറുകളെ മുഹാജിറുകളാക്കിയത്. എല്ലാം ദീനിന് വേണ്ടി ഒഴിവാക്കി. എന്നിട്ട് സുഹൈബ് ഇബ്നു സിനാൻ ഇത് പറയേണ്ട താമസം മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തുമായി ഇറങ്ങി വന്നു. സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തെ ആധാരമാക്കിയിട്ട് ഈ പശ്ചാത്തലത്തിൽ അതാ ആയത്തിറങ്ങുന്നു. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. സൂറത്തുൽ ബഖറ 207. ജനങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനത്തെ അത്ഭുതകരമായ മനുഷ്യന്മാരും ഉണ്ടട്ടോ, ചില്ലറക്കാരൊന്നുമല്ല. അല്ലാഹു പറയുന്നു, എന്താല്ലേ ദീനിന് വേണ്ടി ഇതെല്ലാം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറക്കാര്യ. അള്ളാഹുന്റെ പ്രീതി, അള്ളാഹുന്റെ തൃപ്തി, അള്ളാഹുന്റെ സ്നേഹം അത് കരസ്ഥമാക്കാൻ വേണ്ടി, അത് നേടാൻ വേണ്ടി എല്ലാം ഒഴിവാക്കി ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത് അതെല്ലാം ദീനിന് വേണ്ടി വിറ്റുകളയാ. എന്നിട്ട് അള്ളാഹുന്റെ തൃപ്തിക്ക് പകരമായിട്ട് എല്ലാ സ്വത്തും ആസ്തിയും പാസ്തിയും എല്ലാം ഒഴിവാക്കി. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഇങ്ങനത്തെ അടിമകൾക്ക് അള്ളാഹു കരുണ ചെയ്തില്ലെങ്കിൽ, കൃപ ചെയ്തില്ല, പിന്നെ ആർക്കാ ചെയ്യേണ്ടത്?
ഈ ആയത്ത് സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹുവിന്റെ ഹഖിൽ ഇറങ്ങിയ ആയത്താണ്. അതുകൊണ്ട് തന്നെ ചില്ലറക്കാരനല്ല. അബൂ ലുഅലുഅത്തിന്റെ കുത്തുകൊണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായില്ലേ? ആ വഫാത്തിന്റെ സമയത്ത് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചത് ആരെയാ? ഇതേ സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹുവിനെ ഇമാമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വന്തം ഓമന മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവിടെ ഉണ്ടായിരിക്കെ സ്വന്തം മോനല്ലേ ഏറ്റവും കൂടുതൽ അവകാശം വെറും മോനെന്ന് മാത്രമാണ്. എത്ര പേര് പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായും മനസ്സ വാച കർമ്മണ എല്ലാ വിഷയത്തിലും അകവും പുറവും റസൂലുള്ളാഹി ചെയ്യുന്ന പോലെ ചെയ്ത അങ്ങനെ തന്നെ ഫോളോ ചെയ്ത ആളാണ് ആര്? മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുത്തബിഉസ് സുന്ന റസൂലുള്ളാഹിന്റെ തിരുചര്യയെ പരിപൂർണമായി പിൻപറ്റിയ ആള് എന്ന ടൈറ്റിൽ ലഭിച്ച അങ്ങനത്തെ അത്ര വലിയ മനുഷ്യനായ ഒരു മകൻ എന്ന അവകാശം ഉണ്ടല്ലോ മയ്യത്ത് നിസ്കരിക്കാൻ ഉണ്ടായിരിക്കെ അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചത് ആരെയാണ്? സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു. ചില്ലറക്കാരനല്ല. ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ അതിന് മാത്രം ഒരു ഭാഗ്യവും വേണം, അതിനുള്ള ഒരു പക്വതയും വേണം, അതിനുള്ള പ്രാപ്തിയും വേണം. അത് അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. കാരണം ഈ സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹക്കിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. 207-ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ തൊട്ട് ശേഷമുള്ള ആയത്ത് ഏതാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. 208-ാമത്തെ ആയത്ത്. എന്താണ് ഈ ആയത്തിന് ഈ ആദ്യം പറഞ്ഞ ആയത്തുമായിട്ട് ബന്ധം? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പരിപൂർണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണോ. ചാഞ്ചല്യത പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആടണ്ട. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇത് ശരിയാ അത് ശരിയാ, തിരിച്ചു പോണാ വേണ്ടേ, വന്നിട്ടെങ്കിൽ ലോസാവാ അല്ല ഞാൻ വിജയിക്കുക, അങ്ങനത്തെ എല്ലാം സംശയം വേണ്ട. ഡൗട്ടോട് കൂടി ഇസ്ലാമിലേക്ക് കിടക്കണ്ട. പരിപൂർണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പരിപൂർണമായും എല്ലാ നിലക്കും പരിപൂർണമായി ഇസ്ലാമിലേക്ക് കിടക്കണം. ആര് കടന്നതുപോലെ? സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു കടന്നതുപോലെ. ആദ്യത്തെ ആയത്ത് സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹക്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തൊട്ട് ശേഷം ഈ ആയത്ത് ഇറങ്ങിയ എന്തിനാ? ഉദാഹരണപ്പെടുത്താൻ വേണ്ടിയാണ്. സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്ന് എന്നിട്ട് അത് പതറാതെ ചിതറാതെ ഇസ്ലാമിലെ അടിവറച്ച് നിന്ന ആളുകളാണ്. ഇനി എന്ത് മല വന്ന് വീണാലും അവർ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോകൂല. അതുപോലെ നിങ്ങൾ ഇസ്ലാമിലേക്ക് കടക്കണം പരിപൂർണമായിട്ട്. നിങ്ങൾക്ക് വീടും കുടുംബവും നാടും സുഹൃത്തുക്കളും നിങ്ങളുടെ കച്ചവടങ്ങളും നിങ്ങളുടെ പ്രോപ്പർട്ടിയും എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇസ്ലാമിലേക്ക് പോകേണ്ടി വന്നതെങ്കിൽ അങ്ങനെ തന്നെ പോകണം. പരിപൂർണമായി ഇസ്ലാമിലേക്ക് കടക്കണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. ശൈത്താന്റെ ചവിട്ടടിയെ നിങ്ങൾ പിൻപറ്റരുത്. ശൈത്താന്റെ വാക്കിൽ പോകണ്ട. അവന് പല വസ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ നോക്കും, അതിൽ പെട്ടുപോകരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങൾക്ക് ആ ശൈത്താൻ പരിപൂർണമായ ശത്രുവാണ്, വലിയ ശത്രുവാണ്. ഓൻ പറഞ്ഞു നിങ്ങൾ കേട്ടു പോകരുത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഹിജ്റ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത്ര കാര്യമാണ്. ഇനി ഇത് മുഹാജിറുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അൻസാറുകൾ. ഹിജ്റന്റെ രണ്ടാമത്തെ മെസ്സേജാണ് അൻസാറുകൾ. ആരാണ് അൻസാറുകൾ? ഔസ് ഖസ്റജ് രണ്ട് ഗോത്രം. യസ്രീബിലുണ്ടായിരുന്നു. മദീനത്തെ പേര് മുമ്പ് യസ്രീബ് എന്നായിരുന്നല്ലോ. പക്ഷെ യസ്രീബ് എന്നുള്ള പേരിൽ പിന്നെ പറയാൻ പാടില്ല. ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. യസ്രീബ് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മദീനത്തുൽ മുനവ്വറ തന്നെ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസ്ഥാനമാണ് മദീനത്തുൽ മുനവ്വറ. അപ്പൊ മദീനയില് ബനു ഖയ്യില എന്ന് പറഞ്ഞൊരു ഗോത്രക്കാരുണ്ടായിരുന്നു. ബനു ഖയ്യില.
അവര് രണ്ട് വിഭാഗമാണ്. ഔസ് ഖസറജ്, രണ്ട് മക്കൾ, അങ്ങനെ സന്താന പരമ്പര അങ്ങനെ പോയി. അങ്ങനെ ഔസ് ഖസറജ്. ആദ്യം ഇവർ എവിടുത്താരാണ്? യമനുകാരാ. യമനിൽ നിന്ന് വന്ന് മദീനയിൽ താമസമാക്കിയവർ പണ്ടുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പ് വരെ 140 വർഷം പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകളാണ്. ഒരേ കുടുംബം ഔസ് ഖസറജ്, രണ്ട് ഗോത്രം മാത്രം. ഇവര് തമ്മിൽ തല്ലിക്കൊണ്ട് കൊന്നുകൊണ്ടും പിടിച്ചുകൊണ്ടും കാണാൻ പറ്റൂല ശത്രുത. എത്ര വർഷം? 140 വർഷം ഇവരുടെ കലഹം തുടർന്നു, പോരാട്ടം തമ്മിൽ. എന്തിനെല്ലാം വേണ്ടിയാണ്? സ്ഥാനത്തിന് വേണ്ടി, സ്ഥാനമോഹത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി. ഇതിനെല്ലാമാണ് തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന വിഭാഗം. അതാണ് അൻസാറുകൾ. ഈ അൻസാറുകളാണ് ആരെ സ്വീകരിക്കാൻ നിന്നത്? മുസഅബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ദീനി പ്രബോധനം നടന്നപ്പോ ഒരുപാട് ആൾ ദീനി വിശ്വസിച്ചില്ലേ? ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഉറ്റമിത്രങ്ങളായി മാറിയില്ലേ? മുഹാജിറുകൾക്കും നല്ല ഉറ്റമിത്രങ്ങളായി മാറിയില്ലേ? മദീനയിലേക്ക് ഈ സഹാബികള് മക്കയിൽ നിന്ന് കുടുംബവും നാടും മക്കളും എല്ലാ സ്വത്തും ഒഴിവാക്കി പോകുമ്പോ അതിൻ്റെതായ ഒരു ബേജാറുണ്ടാവും. മദീനയിലെത്തി ഇല്ലേ? നമുക്കിവിടെ ഇതുവരെ ഉമ്മാന്റെ ചൂടിലൂടെ കടന്നുറങ്ങിയ ആളുകൾ ഹോസ്റ്റലിലേക്ക് വന്നിട്ട് ഒരു മാസം ഞമ്മങ്ങനെ ഉണ്ടാവും. കണ്ടതല്ലേ, അനുഭവിച്ചല്ലേ? എപ്പോഴും പെരുക്ക് പാണാക്കുന്നു. നിനക്ക് ഒരാൾ തപ്പിച്ചിട്ട് ഓടുന്നു ഇതല്ലേ? അപ്പോ അങ്ങനത്തെ മക്കളെയും സുഹൃത്തുക്കളെയും കുടുംബത്തിലെല്ലാം ഒഴിവാക്കിയിട്ട് 460 കിലോമീറ്ററോളം ദൂരമുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ പനി പിടിച്ച് അവിടുത്തെ എന്ത് പിടിച്ചില്ല, ഹവാമാണ് എല്ലാം, ക്ലൈമറ്റ് എല്ലാം പിടിക്കണ്ടേ, ഇഷ്ടപ്പെടണ്ടേ. അവിടെ പോയിട്ട് ഇങ്ങനെ ബേജാറിലിങ്ങനെ കൂടുക. എന്താവും, എവിടേക്കെത്തും, എന്താവും ഇങ്ങനെ. അപ്പോഴാണ് ഇറങ്ങിയത്. എന്തേ മുഅ്മിനീങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കാനാ നേരം? കുടുംബത്തിനെല്ലാം ചിന്തിച്ചിട്ട് നാട്ടിൽ ചിന്തിച്ചിരിക്കാനുള്ള നേരം ഇത്? മുഅ്മിനീകൾക്ക് എന്ത് സമയമായിട്ടില്ലേ? അല്ലാഹുവിനെ ഓർത്തിട്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയാനും ഇബാദത്ത് ചെയ്യാനും സമയമായിട്ടില്ലേ? ഏനും നാട്ടിനെ ഓർത്തിട്ടോണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ഒരായത്ത് ഇറങ്ങി ഇറക്കം, വല്ലാത്ത ഇറക്കം തന്നെ. ഈ ആയത്തങ്ങോട്ട് റസൂൽ ഓതി കേൾപ്പിക്കേണ്ട താമസം സ്വഹാബികളൊക്കെ ചടപടാന്ന് കുടഞ്ഞോ എല്ലാവരും ബോധം വന്നതുപോലെ. ഞാൻ രംഗമോർക്കണം, ഞാനിങ്ങനെ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ ആ ദൃശ്യം ഇങ്ങനെ നടന്ന പോലെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു. എല്ലാം ഉണർന്നു, ചടപടാന്ന് പഠിച്ചണിച്ചു. എന്നിട്ട് ഈ ഇബാദത്തിലും ദീനി പ്രബോധനത്തിലും അവർ മക്കയിലെങ്ങനെയായിരുന്നു അതിനേക്കാളും ഊർജ്ജസ്വലരായി, ആവേശഭരിതരായി ദീന്റെ പ്രബോധനത്തിൽ. പക്ഷേ അത് മുഹാജിറുകളുടെ വിഷയമാണ്. മദീനക്കാരാരാ? അൻസാരികൾ, സഹായിച്ചവർ. ഈ മുഅ്മിനീങ്ങൾ എങ്ങനെ സഹായിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പള്ളിന്റെ പണി എല്ലാം നടന്നുകൊണ്ടിരിക്കുക. എല്ലാം പുരോഗതിയിൽ നടക്കുകയാണ് മസ്ജിദ് നബിയുടെ പണി. ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടി, മദീനക്കാരുണ്ട്, മുഹാജിറുകളുണ്ട്. ആദ്യം അലി റളിയല്ലാഹുവിന്റെ കൈ പിടിച്ച്, ഇതെന്റെ സുഹൃത്താണ്, ഇയാളെ ഞാൻ എന്റെ ചങ്ങയാക്കി. എന്നിട്ട് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിനെ വിളിച്ച് പറഞ്ഞതാ. അപ്പുറത്തിൽ ആരെ വിളിച്ചു? സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു റളിയല്ലാഹു വിളിച്ച് പറഞ്ഞതാ, അബ്ദുറഹ്മാൻ ഔഫ് നിങ്ങൾ കൂട്ടിക്കൊള്ളണം. ചോറിക്കാനും നാടില്ലല്ലോ, കുടുംബമില്ലല്ലോ, സ്വത്തില്ലല്ലോ, എല്ലാം ഒഴിവാക്കിയിട്ടല്ലോ വന്നത്. വലിയ വലിയ കച്ചവടക്കാരായിരുന്നില്ല. ഇയാളെ നിങ്ങളെ സുഹൃത്താക്കണം. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോഡി ഉണ്ടാക്കി കൊടുത്തു. ഇയാളെ നിങ്ങൾ ഏറ്റെടുത്ത് എന്ന് പറഞ്ഞാൽ എന്തിന്? വെറും ചോറ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളെ സ്വത്തിന് നേരെ പാതി ഇയാൾക്ക് കൊടുക്കണം. സഹാബികൾ എന്ത് ചെയ്തു? അൻസാരികൾ ഓരോരുത്തരെയും സ്വീകരിച്ചു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه.
ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു പോയവർ മുഹാജിറുകളും അൻസാറുകളുമാണ്. അവർ സ്വത്ത് നോക്കില്ല, കുടുംബം നോക്കില്ല, ഒന്നും നോക്കില്ല, ദുനിയാവിന്റെ സുഖം നോക്കില്ല. ആദ്യം ഇസ്ലാമിലേക്ക് കടന്ന ആളുകൾ. എന്നിട്ടോ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഈ ഇസ്ലാമിലേക്ക് കടന്നവര് ആദ്യം കടന്നവര് മുഹാജിറുകളും അൻസാറുകളും അതുപോലെ തന്നെ അവരെ കണ്ട് പിൻപറ്റിയവർ, നല്ല നിലയ്ക്ക് പിൻപറ്റിയവർ എന്ന് പറഞ്ഞാൽ എന്താ? ബിഇതിഖാദി അന്നഹും അഖിയാറു അഹ്ലി ദുനിയ. മറ്റൊരു കാണാം ബിഇതിഖാദി അന്നഹുൽ മുത്തബഊൻ വഅഖിയാറു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതന്മാരും തുടരപ്പെടാൻ പറ്റിയവരും ഫോളോ ചെയ്യാൻ പറ്റിയവരും മാതൃകാ പുരുഷന്മാരുമായ ആളുകളാണ് എന്ന വിശ്വാസത്തോടു കൂടെ അവരെ പിൻപറ്റിയവർ. അങ്ങനെയാണ്. നല്ല നിലയ്ക്ക് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നിസ്കരിച്ച് പിൻപറ്റല അല്ല, അവര് ഞങ്ങൾക്ക് തുടരാൻ പറ്റിയ ആളുകളാണ് എന്ന വിശ്വാസത്തോടു കൂടെ അവർ പിൻപറ്റിയവരും. ഈ 3 വിഭാഗം ആളുകളും റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സഹാബികളെ പേര് കേൾക്കുമ്പോൾ, വലിയ വലിയ മഹാന്മാരെ താബികളെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നെല്ലാം പറയുന്നത്. എന്ത് ഖുർആനാ പഠിപ്പിച്ച അങ്ങനെ പറയണം. അങ്ങനെ ഈ അൻസാരികൾക്ക് കൃഷി ചെയ്യാൻ അറിയാം, തോട്ടം നടത്താൻ അറിയാം, അതുപോലെ ഗോതമ്പിന്റെ കണ്ടത്തിൽ ഇങ്ങനെ ഗോതമ്പ് വിതക്കാൻ അറിയാം. കൃഷി ചെയ്യാൻ ആർക്കറിയാം? അൻസാരികൾക്കറിയാം. മുഹാജിറുകൾക്ക് അതൊന്നും അറിയില്ല. മക്കക്കാര് കൃഷിക്കാരല്ല, കച്ചവടക്കാരാ. മദീനക്കാര് കൃഷിക്കാരാണ്. അപ്പൊ ഇവിടെ മദീനയിലെത്തിയിട്ട് ഇവർക്ക് കച്ചവടം ചെയ്യാനൊന്നും ഫീൽഡ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സഹാബികളോട് പറഞ്ഞു, അൻസാരികളോട് നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണോ. എന്നിട്ടോ പാതി സ്വത്ത് കൊടുക്കാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാ എന്തെന്ന്, ലമ്മാ ഖദിംനൽ മദീനത, ഞങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ ആഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനി വബൈന സഅദ് ഇബ്നു റബീ, എന്റെയും സഅദ് ഇബ്നു റബീ റളിയല്ലാഹുവിന്റെ ഇടയിൽ ഞങ്ങൾ പരസ്പര ജോഡികളാവാൻ, ഞങ്ങളോട് പരസ്പര സുഹൃത്തുക്കളാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അപ്പൊ എന്റെ കാര്യം ഏറ്റെടുക്കാൻ ആരെ ഏൽപ്പിച്ചു? സഅദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അൻസാരി സഹാബിനെ ഏൽപ്പിച്ചു. സഅദ് ഇബ്നു റബീ എന്താക്കി? പള്ളിന്റെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അബ്ദുറഹ്മാൻ എന്നവരെ പള്ളിന്റെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു. നിങ്ങൾക്ക് കിട്ടിയ ചങ്ങായി ഉണ്ടല്ലേ, ചില്ലറക്കാരൊന്നല്ല, തന്നെ കുറിച്ച് തന്നെ പറയുന്നത്. സഅദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾക്ക് കിട്ടിയ ചങ്ങായി അവിടുത്തെ പെരടിയിലേക്ക് അടിച്ചിട്ടാ പറയുന്നത്. അബ്ദുറഹ്മാൻ എന്നവരെ പെരടിയിലേക്ക് അടിച്ചിട്ട് ഇങ്ങനെ പറയാ, അബ്ദുറഹ്മാൻ എന്നവരെ നിങ്ങൾക്ക് കിട്ടിയ ചങ്ങാണ്ടല്ലേ, നിങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചതല്ലേ, സഅദ് ഇബ്നു റബീ ആകുന്ന എന്നെ ഏൽപ്പിച്ചതല്ലേ, ഞാന് നിങ്ങൾക്ക് കിട്ടിയതുണ്ടല്ലോ, നിങ്ങൾക്ക് വലിയ ഭാഗ്യമെന്ന് നിങ്ങൾ വിചാരിക്കണം. കാരണം എന്താ? എനിക്ക് ഈ മദീനയിൽ വെച്ച് ഏറ്റവും വലിയ പണക്കാരന് ഞാനാണെന്ന് എല്ലാം കൊണ്ട് പറഞ്ഞു കൊടുക്കാണ്. നിങ്ങൾ പണക്കാർ പറയോ, സ്വത്തുള്ളതെല്ലാം പറയോ. ഇത് മദീനയിലേക്ക് ഹിജ്റ വന്നാരോട് പറയാണ്, ഈ മദീനയിൽ വെച്ച് ഏറ്റവും വലിയ പൈസക്കാരന് ഞാനാണ്. എന്നിട്ടോ അതുകൊണ്ട് നേരെ പാതി സ്വത്ത് നിങ്ങക്കവാ, നേരെ പാതി സ്വത്ത് അപ്പോ അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറഞ്ഞത് വലിയ കൂട്ടാക്കില്ല. എനിക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെന്നോ. എന്നിട്ട് റസൂലുള്ളാഹി അവിടെ ഇങ്ങനെ സെറ്റിംഗ് ആയിക്കൊണ്ടല്ല പള്ളിന്റെ ഉള്ളിൽ വീണ്ടും പോയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി, പാല് കേൾക്കാൻ വേണ്ടി വീണ്ടും പോകുമ്പോ വീണ്ടും എന്താക്കി? കമീസ് പിടിച്ച് വലിച്ചു. സഅദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം കൂടിയുണ്ട് പറയാൻ. എനിക്ക് 2 ഭാര്യമാരുണ്ട്. നിങ്ങൾക്ക് ഭാര്യമാരില്ലല്ലോ, എല്ലാം ഒഴിവാക്കി വന്നതല്ലേ ദീൻ വിശ്വസിക്കാത്തതിന്റെ പേരിൽ, കാര്യം കയ്യിൽ വന്നതല്ലേ, മക്കളെല്ലാം ഒഴിവാക്കി വന്നതല്ലേ. നിങ്ങൾക്ക് ഇവിടെ ദാമ്പത്യ ജീവിതം വേണ്ടേ? നിങ്ങൾക്ക് ഇപ്പൊ എത്ര പെട്ടെന്ന് ആര് പെണ്ണ് തരൂ? പ്രശ്നമല്ലേ? അതുകൊണ്ട് എനിക്ക് 2 ഭാര്യമാരുണ്ട്. 2 ഭാര്യമാരെ നിങ്ങൾ ഹലാലായ നിലക്കൊന്ന് നോക്കിക്കൊള്ളി. നോക്കിയിട്ട് ഏറ്റവും ഭംഗി തോന്നുന്ന ഭാര്യനെ നിങ്ങൾ കാണിച്ച് ഓളാവും നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ തലാക്കിച്ചല്ല, തലാക്കിലിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹലാലായ നിലക്ക് നിങ്ങൾക്ക് മങ്ങാനം കഴിയാം. ഹദീസിലല്ലേ പറഞ്ഞതല്ലോ, വെറുതെ അല്ലല്ലോ, വെറും ചരിത്രമല്ലല്ലോ, ഹദീസിൽ വന്നതല്ലേ. ഹലാൽ നിലയ്ക്ക് കല്യാണം കഴിയാം. എവിടെ കിട്ടും ഇങ്ങനെയുള്ള ഒരു സഹോദര്യം? നമുക്ക് ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട് അടുത്തും ഫേസ്ബുക്കിൽ
സ്വന്തം കുടുംബത്തിന് മംഗളത്തിന് അതിന് പുറത്തില്ല. ഫേസ്ബുക്ക് ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടിന്റെ മംഗളത്തിന് പോകാൻ എല്ലാവരും റെഡി. ഭയങ്കര അതെ, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അത്തരനെ തീർന്നു അവിടെ. അതൊരു കാലം വരെ ഉണ്ടാവും. ഇതല്ലല്ലോ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ വേണം. ഇതാണ് ഉഖുവത്ത്, സാഹോദര്യം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കേണ്ട താമസം ഈ രണ്ടും ആര് തിരസ്കരിച്ചു, നിരാകരിച്ചു? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നിരാകരിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇന്നി അക്സറുൽ അൻസാരി മാലൻ. സഅദ് ബിൻ റബീ പറയാണ്, ഞാനാണ് ഈ മദീനയിലെ ഏറ്റവും വലിയ പണക്കാരൻ. ഫഅഖ്സിമു ലക നിസ്ഫ മാലി, എന്റെ മുതലിന്റെ പാതി നിങ്ങൾക്ക് ഞാൻ എന്താക്കി തരാം, വിധിച്ചു തരാം. വൻദുർ അയ്യ സൗജതയ്യ ഹബീത, അല്ലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്റെ രണ്ട് ഭാര്യമാരിൽ ആരെയാണ് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ? നസൽതു ലക അൻഹ, ഞാൻ ഒഴിവാക്കി തരാം, തലാഖ് ചെല്ലാം. ഫൈദാ ഹല്ലത്ത്, എന്നിട്ട് അവള് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹലാലായി കഴിഞ്ഞാൽ തസവ്വജ്തഹ, നിങ്ങൾ അവളെ കല്യാണം അയച്ചാൽ മതി. ഫഖാല ലഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവർ പറഞ്ഞു, ലാ ഹാജത ലീ ഫീ ദാലിക, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ മുതലും വേണ്ട. റസൂലുള്ളാഹ് പറഞ്ഞതെല്ലാം ശരി തന്നെ, ഞങ്ങൾക്ക് നിങ്ങൾ മുതലും വേണ്ട, നിങ്ങൾ ഭാര്യയും വേണ്ട. ഹൽ മിൻ സൂഖിൻ ഫീഹി തിജാറ, എവിടെങ്കിലും കച്ചവടം ചെയ്യാൻ എവിടെങ്കിലും ഒരു ഫീൽഡ് കിട്ടുമോ? ഞാൻ മക്കയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ, എനിക്ക് കച്ചവടം ചെയ്യാൻ എന്തെങ്കിലും ഒരു ഫീൽഡ് കിട്ടുമോ? എവിടെങ്കിലും ഒരു സ്ഥലം തരുമോ? സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഖൈനുഖ ഗോത്രക്കാര് കച്ചവടം നടത്തുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ, അവിടെ നിങ്ങൾക്ക് നല്ലൊരു എന്താക്കാ ഒരു ഫീൽഡ് ഉണ്ട്, അവിടെ കച്ചവടം നടത്താം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുക്ക് അതിരാവിലെ പോയി പാൽ കട്ടി, അന്ന് പാല് കട്ടിയായിട്ട് അതിന് വിൽക്കുന്ന കാലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെയ്യ്, ഇതെല്ലാം കൊണ്ടുവന്ന് കൂടുതൽ മാർക്കറ്റിംഗ് ഉള്ള രണ്ട് സാധനമാണ്. ഇത് കൊണ്ടുവന്ന് അവിടെ വിറ്റു. അങ്ങനെ അങ്ങനെ ഇതിങ്ങനെ തുടർന്ന് കുറെ കാലം ഇങ്ങനെ മുന്നോട്ട് പോയി ഈ കച്ചവടം. വലിയ പൈസക്കാരനായി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അതിന്റെ ഇടയ്ക്ക് കല്യാണവും കഴിച്ചു, അൻസാരികൾപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണവും കഴിച്ചു. അബ്ദുറഹ്മാൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് രാവിലെ വന്നു. ഒരു ദിവസം വരുമ്പോ നല്ല അത്തറിട്ടിട്ടാ വരുന്നത്. ഒന്നില്ലാത്ത പണക്കാരനൊന്നും ഒന്നില്ലാത്ത ആളായിരുന്നല്ലോ. മദീനത്തേക്ക് വരുമ്പോ നല്ല അത്തറിട്ടിട്ട് നല്ല സുഗന്ധ വെച്ചിട്ട് ഇങ്ങനെ വരുമ്പോ നല്ല മഞ്ഞ കളറിന്റെ അത്തറെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കണ്ടപ്പോ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞവരെ പോലെ കാണുന്നില്ല, നല്ല ടിപ് ടോപ്പിൽ. അതേ നബിയെ കല്യാണം കഴിഞ്ഞു. ആരെയാ കഴിച്ചത്? ഇമ്രാത്തൻ മിനൽ അൻസാർ, അൻസാരികളുടെ ഒരു പെണ്ണിനെയാണ് കഴിച്ചത്. ആരാണത്? വഹിയ ബിന്തു അനസ് ബിൻ റാഫീൻ മിൻ ബനി അബ്ദുൽ അഷ്ഹൽ. അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൽപ്പെട്ട റാഫി, പിന്നെ അനസ് ബിൻ റാഫി എന്നവരുടെ മകളാണ് ഈ പെണ്ണ്. ആ പെണ്ണിനാണ് കല്യാണം കഴിച്ചത്. എത്ര മഹർ കൊടുത്തത്? നവാത്ത്, അതൊരു കണക്ക്, സ്വർണത്തിന്റെ ഒരു കണക്ക് അന്ന് കൊടുക്കുന്നത്, അത് മഹർ കൊടുത്തു. 3 ദിർഹം, പിന്നെ ഒരു 1/3 ചില്ലറയുണ്ട്. അങ്ങനെ ഒതുങ്ങുന്ന അളവിൽ ഒതുങ്ങുന്ന മഹറാണ് കൊടുത്തത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓക്കെ മങ്ങാരെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ചോറ് കിട്ടിയിട്ടില്ല, വലീമത്ത് നടത്തിക്കോ, ഭക്ഷണം കൊടുത്തോ, അതൊരു ഒരു ആർഡർ ആണെങ്കിലും ശരി പറയുമ്പോ അങ്ങനെ ബിരിയാണി കൊടുക്കുക, അത്ര ആളെ വിളിക്കുക പറയാൻ പാടില്ലല്ലോ. അത് അവനെ കൈ ഒന്നും അനുസരിച്ച് അവൻ ചെയ്യലാണ്. അപ്പൊ ഒരു നേതാവ് അനുയായോട് പറയുമ്പോ നല്ലോണം കമ്മത്താക്കണമെന്നും പറയാനും പാടില്ല. അവന്റെ കഴിവെല്ലാം നോക്കണല്ലോ. ചിലപ്പോ വേറെല്ലാം കുടുംബ പ്രാരബ്ധം ഉണ്ടാവും, കുറെ കടം കൊടുക്കാനുണ്ടാവും, അതുണ്ടാവും. അതുകൊണ്ട് ഒരു ആർഡർ എടുത്തിട്ടാണെങ്കിലും എന്ത് ചെയ്യണം? വലിയമ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോ 10 ആൾക്ക് ചോറ് കൊടുക്കാതെ മങ്ങാലാവണ്ട, ജാവ് പോയിട്ട് മങ്ങാലാവണ്ട. അതിനുള്ള ഒരു തെളിവാണ്. അപ്പൊ ഈ ഹിജ്റ നമുക്ക് ഒരുപാട് പാഠം തരുന്നുണ്ട്.
അല്ലേ? ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്ന പാടെന്താ? സഹോദര്യ ബന്ധം. എവിടുന്നാണ് ഈ സഹോദര്യ ബന്ധം പഠിച്ചത്? എന്ത് മദീനക്കാർക്ക് എന്തുണ്ടെങ്കിലും നേരെ പാതി മുഹാജിറുകൾ നേരെ ഒരുപോലെ ആക്കി കൊടുക്കും. ഈ ഒരു സഹോദര്യ ബന്ധം, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പഠിച്ചത് എവിടുന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. എന്ത്? വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് കുൻതും അദാഅ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ ഫഅൻഖദകും മിൻഹാ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലകും തഹ്തദൂൻ. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മറക്കാൻ പാടില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ. നിഅമത്തുല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല നിഅമത്ത് ചെയ്തത്. സഹാബികളോട് പറയാൻ നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന നിഅമത്ത് നിങ്ങൾ മറന്നു പോകരുത്. ഇത് കുന്തും നിങ്ങൾ ശത്രുക്കളായിരുന്നില്ലേ? പരസ്പരം 140 വർഷം കലഹിച്ചുകൊണ്ടുണ്ടായിരുന്നില്ലേ? അൻസാരികളോട് പറയാ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. ആ അല്ലാഹു തആല നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഇടയിൽ കോർത്തിണക്കിയില്ലേ? കൊന്താണിക്കാക്കി തന്നില്ലേ? നിങ്ങൾ പരസ്പരം ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെയായില്ലേ? ഫഅസ്ബഹ്തും, നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളായില്ലേ ബിനിഅമതിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്. ഏതനുഗ്രഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അനുഗ്രഹം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ 140 വർഷം നിങ്ങൾ കലഹിച്ചുകൊണ്ടത്, നിങ്ങൾ മരണം വരെ നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ കുടുംബസന്താനം അന്ത്യനാൾ വരെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുവരേക്കും നിങ്ങൾ ഇതുപോലെ തന്നെ കലഹിച്ചോണ്ടും പിണങ്ങിക്കൊണ്ടും ശണ്ട കൂടിക്കൊണ്ടും ഇരിക്കുമായിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിഅമത്ത് നിങ്ങളിലേക്ക് അല്ലാഹു തആല അയച്ചു തന്നപ്പോ ഫഅസ്ബഹ്തും ബിനിഅമതിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണത്താൽ നിങ്ങൾ ആരായിത്തീർന്നു? ഇഖ്വാന, പരസ്പരം സഹോദരന്മാരായി തീർന്നു. പരസ്പരം സഹോദരന്മാരായി തീർന്നു. നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു അതുവരേക്കും അറിയോ? നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. അതാണ് നരകത്തിന്റെ വക്കില്, കരയ്ക്കെത്തി നിങ്ങൾ. എന്നിട്ട് വീണില്ല. ആ അവസ്ഥയിൽ നിങ്ങൾ ഉണ്ടായി. നരകത്ത് പോകേണ്ട അവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. തമ്മിലടിച്ചിട്ട് അല്ലേ? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നിയമത്ത് കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ ആ നരകത്തിൽ നിന്ന്? യാ റബ്ബന, വല്ലാത്തൊരായത്തല്ലേ ഇത്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതി. ഇങ്ങനെയാണ് അല്ലാഹു തആലയുടെ ദൃഷ്ടാന്തങ്ങളെ, അവന്റെ ആയത്തുകളെ പഠിപ്പിച്ചു തരുന്നത്. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗികളാകാൻ വേണ്ടി. ഈ ആയത്ത് ഇതിലൊരു പാഠം ഉൾക്കൊണ്ട് അല്ലാഹു തആലയാണ് അവരുടെ ഹൃദയങ്ങളെ കോർത്തിണക്കിയത്. അല്ലാഹുവാണ് അവരെ സഹോദരന്മാരാക്കിയത്. ഖുർആനിലില്ലേ നിങ്ങൾ ഈ ദുനിയാവുമായുള്ള എല്ലാം ചെലവഴിച്ചാലും എന്താവൂല, നിങ്ങൾ തമ്മിൽ കോർത്തിണക്കാൻ നിങ്ങളെ കൊണ്ട് കയ്യിലാന്ന് പറയുന്ന ആയത്തുണ്ട്. അള്ളാഹു എന്നെ കോർത്തിണക്കണം, വേറെ ആർക്കും ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. ഈ ഇതിൽ നമുക്ക് തരുന്ന വലിയൊരു പാഠം പറഞ്ഞ് ഞാൻ നിർത്താൻ പോകണം. സഅദ് റളിയല്ലാഹു അൻഹു എന്താക്കി, എൻ്റെ അടുത്ത് അത്ര മുതലുണ്ട്, പെണ്ണുണ്ട്, എല്ലാം നിങ്ങൾക്ക് വേണ്ടി പോലെ ഞാൻ ആക്കി തരാന്ന് പറഞ്ഞു. അല്ലേ? ഇതെന്ത് ഇതാക്കുന്നുണ്ട്? നമ്മളടുത്തുള്ള നിയമത്ത് ഒരാൾ മറച്ചു വെക്കണമെന്ന് ഇല്ല. ഉള്ളതെല്ലാം പറഞ്ഞെങ്കിലും കൊടുത്തു വേണ്ടി വരുമല്ലോ. ഒരു ഓസിക്ക് കാക്കുന്ന ആളല്ല, അതുകൊണ്ട് അയാളോട് പറഞ്ഞാല് പ്രശ്നമില്ലാന്ന് ആർക്കും അറിയാം. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അറിയാം. അപ്പൊ ഓസിക്ക് കാക്കുന്ന പിന്നെ ഗൾഫിൽ കാക്കുന്നു. ഗൾഫിന് വന്നിട്ട് പോകുന്നിടത്തോളം എൻ്റെ ചങ്ങായി പിന്നെ ഒരു ഫോണും ഇല്ല, എന്തില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. അങ്ങനത്തെവരോട് പറയണമെന്നില്ല. പറഞ്ഞാൽ കാര്യലാഭം ഉള്ള ചില ആളുകളുണ്ട്. അവരോട് പറയാം. മനസ്സിലായില്ലേ? ഉഖ്റവിയായ ഫായിദ ഉണ്ട് പറഞ്ഞാൽ. അങ്ങനത്തെവരോട് പറയാം. അപ്പോ എന്ത്
ദുനിയാവിനേക്കാളും സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആഖിറത്തിനെയാണ് തെരഞ്ഞെടുത്തത് എന്നാണ് ഈ മെസ്സേജ് തരുന്നത് അല്ലേ. ഇനി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ നിരാകരിച്ചു, എനിക്ക് വേണ്ട, നിങ്ങൾക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദ്വാരന്നു കൊടുത്തു. നിങ്ങൾ പെണ്ണും വേണ്ട, നിങ്ങളുടെ സ്വത്തും വേണ്ട, കച്ചവടം നടത്താൻ ഒരു ഫീൽഡ് പറഞ്ഞു തരും, നിങ്ങളുടെ സ്വത്തിലും നിങ്ങളുടെ ഭാര്യമാരിലും എല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി, അങ്ങനെ ദ്വാരന്നു കൊടുക്കണം. സ്വത്തുണ്ട് എന്ന് പറയുമ്പോൾ മാഷാ അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അതാണ് സന്ദേശം. അങ്ങനെ പറയണ്ട മുഅ്മിനീങ്ങൾ. ഒക്കെ തലയാട്ടിട്ട് പോകുന്നു, മനസ്സിന് ചതിയാവാൻ തുടങ്ങി, പോയിട്ട് ഇങ്ങനെ കണ്ണൊള്ളിക്കുന്നു, അവൻ്റെ അടുത്ത് എത്ര ഉണ്ട് അതെല്ലാം പറയാം, എന്നിട്ട് നിരാകരിച്ചു, എനിക്കത് വേണ്ട. മാന്യന്മാരുടെ സ്വഭാവം അതാ, പണിയെടുത്ത് ജീവിക്കണം, പണിയെടുത്ത് ജീവിക്കണം എന്നുള്ളതിനുള്ള ഒരു തെളിവാണിത്. ഈ കൂടുതൽ പണി കിട്ടുന്നില്ല, പണിയില്ല എന്ന് പറയുന്ന ആളില്ലേ. ഞാനൊരു ചങ്ങായിനെ എന്താക്കി, നമ്മളെ അശ്ശേരിയിൽ PA ഉസ്താദുണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ ജുനൈദി ഉസ്താദ് ഒരാൾ, ഈ ചങ്ങായിൻ്റെ കൂടെ പണിയില്ല, പണി കിട്ടുന്നില്ല. എനിക്കറിയാം ആ ചങ്ങായിനെ നല്ലോണം, ആ നാട്ടുകാർക്കും ഈ ചങ്ങായി എന്തൊരു പണിക്ക് പോക്കില്ല, പണിക്ക് പോലില്ല, പണി അറിയാത്ത പണിയില്ല ചങ്ങായിക്ക്, നല്ലോണം പണി അറിയും, എല്ലോ പണി അറിയും, നല്ലോണം അധ്വാനിക്കണം, പക്ഷെ പണിക്ക് പോകില്ല. എന്നിട്ട് വെറുതെ പണിയില്ല വരുന്ന പറഞ്ഞ് എനിക്ക് അശ്ശേരി എൻ്റെ ഉസ്താൻ്റെ അടുത്ത് വരും, അസ്മാൻ്റെ ചികിത്സ എല്ലാം ഉണ്ടായിരുന്നു, ഒരിക്കലും ഉസ്താൻ്റെ അടുത്ത് പോയി വരാം, പണിയൊന്നും ശരിയാകുന്നില്ല, പണി കിട്ടുന്നില്ല. അങ്ങനെ വിളിച്ചോണ്ട് പോയിട്ട് ഉസ്താനോട് ഞാൻ പറഞ്ഞു നാട്ടിലൊരു ചങ്ങായി പണിയില്ല, കുറെ ഇങ്ങനെ പണി നോക്കുന്നു. ആർക്ക്? ഇയാൾക്ക് പണിയില്ല, ഇയാൾ മടിയനാ, പണിക്ക് പോകാതെ ഇരുന്നതാണ്. വീട് നോക്കിട്ട് അതാണ് ഇപ്പൊ കൂടുതൽ നടക്കുന്നത്. ഇരിക്കട്ടെ. അപ്പോ മാന്യമായി നയിച്ചു തിന്നാണ്, അധ്വാനിച്ചു തിന്നാണ്. അതിനുള്ള ഒരു സന്ദേശമാണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തത്. എന്ത് 5 പൈസ കയ്യിലില്ലാതിരിക്കുമ്പോ ആണ് ഇത് പറയുന്നത്. നാട് വിട്ടിട്ട് പോയി തീർന്നട്ടാ. എന്നിട്ട് ബാറക്കല്ലാഹു ഫീ മാലി, പിന്നെ ഇങ്ങനെ ദ്വാരന്ന് കൊടുത്തത് കൊണ്ട് പിന്നീട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മുതലിലും അദ്ദേഹത്തിന്റെ റിസ്കിലും അല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രത്യേക ഔദാര്യം കൊണ്ട് എന്ത് ചെയ്തു, ബർക്കത്ത് ചെയ്തു. എന്നിട്ട് മുസ്ലിമിലെ കൂട്ടത്തിൽ മദീനയിൽ ഏറ്റവും വലിയ പണക്കാരനായി മാറി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മുസ്ലിം സൈന്യങ്ങൾക്ക് എല്ലാ യുദ്ധങ്ങളിലും വേണ്ടിയത്ര സദക്ക കൊടുത്തു, ആയുധം വാങ്ങാനും വാള് വാങ്ങാൻ, പിന്നെ സാധനങ്ങൾ യുദ്ധക്കോപ്പുകൾ കൂട്ടാൻ, അതിനുള്ള എല്ലാ ചെലവ് ഫണ്ട് എല്ലാം ആര് ഉണ്ടാക്കി കൊടുത്തു, അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ദരിദ്രന്മാരായ പാവപ്പെട്ട ആളുകൾക്ക് പിന്നെ ലക്ഷക്കണക്കിന് ദീനാർ സദക്ക കൊടുത്തു. ഇതില് വേറെ ഒരുപാട് പാഠങ്ങളുണ്ട്. അപ്പൊ അൻസാറുകൾ മുഹാജിറുകള് എന്ത് അവരെ നഫ്സിനേക്കാളും കൂടുതൽ തെരഞ്ഞെടുത്തു. എന്നിട്ട് അവർക്ക് നല്ല ആതിഥ്യ അല്ലെ വിരുന്നുണ്ടാക്കി കൊടുത്തു, അവരെ സ്വീകരിച്ചു. അങ്ങനെ ഒരു വിഭാഗം പുറത്തുള്ള ആളുകൾ വരുമ്പോൾ നാട്ടിൽ സ്വീകരിക്കണോ. ഔഫ് പ്രാമാണികത്തെ, മാന്യത അത് വേണം. എന്നിട്ട് ബർക്കത്തിന് വേണ്ടി ദ്വാരക്കാം, ഇതെല്ലാം വേണം. എന്നിട്ട് പണിയെടുക്കാൻ വേണ്ടിയുള്ള ഫീൽഡ് തേടിയത്, ഇതെല്ലാം ഇന്ന് കിട്ടിയതാണ്. എന്നിട്ട് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചത്, ഞങ്ങൾക്ക് ജോലിക്കുള്ള സമ്പാദ്യത്തിനുള്ള മാർഗ്ഗം അള്ളാഹു തരൂ, അതുകൊണ്ട് അവിടെ ഞാൻ കച്ചവടം ചെയ്യട്ടെ. എന്നിട്ട് അതുപോലെ തന്നെ ഇതെല്ലാം മൊത്തം തരുന്ന പാഠം എന്താണ്? സാഹോദര്യ ബന്ധം അല്ലേ? ഇതെല്ലാം ഇസ്ലാമില് പരിപൂർണമായും ഇസ്ലാമിലേക്ക് കടന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് സാധിച്ചത്. ഇങ്ങനത്തെ ഒരു സംഭവത്തിനെ എല്ലാ കൊല്ലവും സ്മരിക്കണ്ടേ? അതിനുവേണ്ടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ കലണ്ടർ ഉണ്ടാക്കിയത്. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് പറയാൻ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഹിജ്റ സംഭവം ചെറുതൊന്നുമല്ല. ഓരോ സ്വഹാബികൾ മുഹാജിർ അൻസാറുകളുടെ ഇടയിലുള്ള സംഭവങ്ങൾ പറഞ്ഞാൽ അത് തീരൂല മക്കളെ, തീരൂല. നിങ്ങൾക്ക് ഹദീസ് നോക്കി ഇതിന്റെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിഷയം അല്ലാഹു തആല ഉമർ റളിയല്ലാഹു അൻഹുവിനെ തോന്നിപ്പിച്ചു കൊടുത്തത്, ഹിജ്റ കലണ്ടർ ഉണ്ടാക്കിയത്. അപ്പൊ ഇതാണ് സഹോദരൻ. മസറുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വ തറാഹുഹിം.
മുസ്ലിമീങ്ങളുടെ ഉദാഹരണം അവരുടെ സ്നേഹത്തിലും അവരുടെ കൃപയിലും അനുകമ്പത്തിലും മസറുൽ ജസദി, ഒരു ശരീരം പോലെയാണ്. ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, പനി പിടിച്ചാൽ, തദാലഹു സായിറുൽ ജസദി, ശരീരത്തിന്റെ മറ്റെല്ലാ അവയവങ്ങളും ഉണ്ടാവും, വലിഞ്ഞുകൂടും. ബിസ്സഹരി, വറക്കമൈക്കൽ കൊണ്ടും, വൽഹുമ്മ, അതുപോലെ തന്നെ എന്ത്, പനിയിലും. അല്ലേ, പനി വരുന്നവിടെ നമുക്ക് സാധാരണ എല്ലായിടത്തും ഇങ്ങനെ പനി തോന്നും അല്ലേ. അതുപോലെ എന്തെങ്കിലും ഒരിടത്ത് കയ്യിൽ വേദന ഉണ്ടെങ്കിൽ അല്ലേ, ചലമെന്തായി പുറത്തിട്ട് ഫുള്ളിതായിട്ട് നിന്ന് വട്ടായിട്ടില്ല, പുറത്തിട്ട് വീങ്ങിട്ടുണ്ട്. ഞാൻ വർക്ക് വരുമോ? ഒരു കയ്യിലല്ല നമ്പലം, കണ്ണിന് വർക്കില്ല, ഇപ്പുറത്ത് കൈക്ക് വർക്കില്ല, ഒരു വിരലിന് വർക്കില്ല, ഒരു ശരീരത്തിന്റെ എല്ലാ പാർട്സും ഒന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ ബാക്കിയെല്ലാം വർക്കയിക്കുന്നില്ലേ? അതുപോലെയാണ് മുഅ്മിനീങ്ങളുടെ ഉദാഹരണം. ഒരുത്തന് വേദനിക്കുമ്പോൾ എല്ലാവരും വേദനിക്കും. അങ്ങനെയായി വരണം. അതാണ് സാഹോദര്യ ബന്ധം. റജുലാനി തഹബ്ബാ ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്താവണം? ഇഷ്ടപ്പെടണം. ഇനിയിപ്പോ ഒരു കുറച്ച് ആയത്ത് നമ്പർ പറഞ്ഞുതരാം. ഹിജ്റയുമായി മുഹാജിറുകളാരും അൻസാറുകളാരും ഹിജ്റന്ത് എന്ന് നിങ്ങൾക്ക് തഫ്സീറിന്റെ കിതാബ് നോക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ആയത്തിന്റെ നമ്പർ തരാം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറൂൻ തുടങ്ങിയിട്ടുള്ളത് 218 ഒരായത്ത്. ബഖറ, സൂറത്തുൽ ബഖറ 218. അടുത്തത് ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളു അമല ആമിലും തുടങ്ങുന്ന ആയത്ത്. ആലിമ്രാൻ 195. ആലിമ്രാൻ 195. അടുത്ത ആയത്ത് സൂറത്തുൻ നിസായിലെ 88 മുതൽ 90 വരെ. ഫമാലക്കും ഫിൽ മുനാഫിഖീന ഫിഅതൈനി വല്ലാഹു അർകസഹും എന്ന് തുടങ്ങുന്ന ആയത്ത്. പിന്നെ അടുത്ത ആയത്ത് ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം തുടങ്ങുന്ന ആയത്ത്. 97 മുതൽ സൂറത്തുൽ നിസാ 97 മുതൽ 100 വരെയുള്ള ആയത്ത്. ഇതെല്ലാം നിങ്ങൾക്ക് തഫ്സീർ നോക്കണോ? കിട്ടുന്ന സമയങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ കിട്ടണ്ടേ? ഇത് മാത്രമാക്കണ്ട. ഇതിൽ നിങ്ങൾ എന്താക്കി നിങ്ങൾ ഡെവലപ്മെന്റ് ആക്കി തഫ്സീറെല്ലാം നോക്കിയിട്ട് എന്നിട്ട് ആയത്ത് ഹദീസ് എല്ലാം വരും. നോക്കുമ്പോൾ ഹദീസുകളെല്ലാം വരും അവിടെ തഫ്സീറിന്. അടുത്ത ആയത്ത് ഇന്നല്ലദീന ആമനു വഹാജറു വജാഹദു ബിഅംവാലിഹിം തുടങ്ങുന്ന ആയത്ത്. 70 സൂറത്തുൽ അംഫാൽ 72 മുതൽ 75 വരെയുള്ള ആയത്ത്. അടുത്തത് അജാൽതും സിഖായത്തുൽ ഹാജ് എന്ന് തുടങ്ങുന്ന ആയത്ത്. സൂറത്ത് തൗബ 19 മുതൽ 19ഉം 20ഉം. അടുത്തത് ലഖദ് താബല്ലാഹു അലൻ നബി വൽ മുഹാജിരീന വൽ അൻസാർ തുടങ്ങുന്ന ആയത്ത്. സൂറത്ത് തൗബ 117. വല്ലദീന ഹാജറു ഫില്ലാഹി മിൻ ബഅദി മാ ളുലിമു ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയ ഹസന തുടങ്ങുന്ന ആയത്ത്. സൂറത്ത് നഹ്ൽ 41. സൂറത്തുൽ നഹ്ൽ 41. സുമ്മ ഇന്ന റബ്ബക ലില്ലദീന ഹാജറു മിൻ ബഅദി മാ ഫതിനു തുടങ്ങുന്ന ആയത്ത്. സൂറത്തുൽ നഹ്ൽ 110. വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹി സുമ്മ ഖുതിലു സൂറത്തുൽ ഹജ്ജ് 58 59. فآمن له لوط وقال إني مهاجر إلى ربي തുടങ്ങുന്ന ആയത്ത്. സൂറത്തുൽ അൻകബൂത്ത് 26. ഇനി 3 ആയത്തുണ്ട്, അത് പറഞ്ഞു നിർത്താം. മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ തുടങ്ങുന്ന ആയത്ത്. സൂറത്തുൽ ഹശ്ർ 7-8. അടുത്തത് യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന തുടങ്ങുന്ന ആയത്ത്. സൂറത്തുൽ മുംതഹിന 10-11.
ഞാനിതുവരെ പറഞ്ഞതും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതും അല്ലാഹു തആല ഒരു സ്വാലിഹായ അമലാക്കുമാറാകട്ടെ. ഇതുവരെ പഠിച്ച വിഷയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതുവഴി ജീവിതം സംശുദ്ധമാക്കാനും ആത്മീയതയിൽ കൂടിയ ജീവിതം നയിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാം നല്ലവരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമുക്ക് എങ്ങനെ നന്നാവണമെന്ന് അറിയില്ല. നന്നാകാനുള്ള റൂട്ട് മഹാന്മാർക്കൊക്കെ അല്ലാഹു തആല എങ്ങനെയാണോ കാണിച്ചു കൊടുത്തത്, അതുപോലെ പാവികളും ദോഷികളുമായ നമുക്കും അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ കരുണ കൊണ്ട് മഹാന്മാരെ അല്ലാഹു തആല അവന്റെ റൂട്ടിലേക്ക് കയറ്റിയ അതേ വഴിയിലേക്ക് നമ്മയും കയറ്റുമാറാകട്ടെ, നമ്മയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. മാതാപിതാക്കൾക്കും കുടുംബത്തിൽ മരിച്ചുപോയവർക്കും എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. നാം ഇൽമു ചൊല്ലിയതും നിങ്ങൾ കേട്ടതും എല്ലാം നമ്മുടെ എല്ലാ കുടുംബത്തിൽ മരിച്ചുപോയ ഉമ്മബാപ്പന്മാർ, കുടുംബാംഗങ്ങൾ, ഉറ്റവർ, ഉടയവർ, ഇവരുടെയൊക്കെ ഖബറുകളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു തആല സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد.